Meet the editors. ചോദ്യം ഇതാണ്, കൈവിട്ട കളിയോ? സ്മൃതി, ഇത് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമായിരിക്കുന്നു. 24, 48, 72 മണിക്കൂർ പിന്നിട്ട് 75-ാം മണിക്കൂറിലേക്കാണ്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരേണ്ട സമയമായിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. ഒരുപാടിടങ്ങളിൽ നിന്ന് പ്രതിഷേധ ശബ്ദങ്ങൾ വരുന്നു. അതങ്ങ് കാസർഗോഡ് തൃക്കരിപ്പൂര് മുതൽ തിരുവനന്തപുരത്ത് പാറശാല വരെ നീളുന്നതാണ് ഈ തർക്കം. കൈവിട്ട കളിയോ? കൈവിട്ട കളിയാണ് എന്ന് ഞാൻ പറയുന്നത് മുതിർന്ന നേതാക്കളുടെ കൈവിട്ട കളി എന്നുള്ളതാണ്. ഇത് അല്ലാത്ത ഈ അപശബ്ദങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ കാര്യത്തിൽ അത് സംഭവിക്കാറുള്ളതാണ്. അത് ആദ്യമൊന്ന് നന്നായി ഉയരും, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാകുമ്പോൾ അല്ലെങ്കിൽ പത്രിക പിൻവലിക്കാനുള്ള സമയം ആകുമ്പോഴേക്കെങ്കിലും അത് മാറുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് കെ സുധാകരൻ എന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ നേതാവാണ്. അതുകൂടാതെ MP ആണ്. 12 തവണ മത്സരിച്ചതിൽ 6 തവണ വിജയിച്ച നേതാവാണ്. മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. ഇപ്പോൾ MP എന്ന പദം ത്തിലാണ്. അത് അദ്ദേഹം 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ കണ്ണൂരിൽ ശരിയാണ്, കണ്ണൂരിൽ പാർട്ടിയെ കെട്ടിപ്പടുത്തത് കെ സുധാകരനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് CPM-മായി നേരിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് അതൊരു എന്താ പറയുക, പരസ്പരമുള്ള യുദ്ധം, അത് രക്തം ചൊരിയുന്ന യുദ്ധം തന്നെ ആയിട്ടുണ്ട്. അതിൽ കെ സുധാകരനും പല പ്രിയപ്പെട്ടവരെ നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും കണ്ണു നിറച്ചുകൊണ്ട് പ്രതികരിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. കൊണ്ടും കൊടുത്തും പാർട്ടി അവിടെ ഉണ്ടാക്കിയ നേതാവാണ് കെ സുധാകരൻ എന്നതിലൊന്നും തർക്കമില്ല. പക്ഷെ പാർട്ടിയാണോ ഞാനാണോ വലുത് എന്ന ചോദ്യം വരുമ്പോൾ ഞാനാണ് വലുത് എന്ന നിലപാടിലേക്ക് കെ സുധാകരൻ എത്തുമ്പോഴാണ് അത് ശരിയാണോ എന്ന ചോദ്യം വരുന്നത്. ഏത് സ്ഥലത്തും പാർട്ടിയെ വളർത്തി ഉണ്ടാക്കുന്ന ഒരു നേതാവായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ നേതാവ് പാർട്ടിക്കും മുകളിലേക്ക് വളരുകയാണെങ്കിൽ അങ്ങനെ ഒരു നേതാവിനെ പാർട്ടി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ കെ സുധാകരനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ബദൽ രാഷ്ട്രീയം, ഒരു ബദൽ ഭരണ രാഷ്ട്രീയം ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 10 വർഷത്തെ പ്രവണത അത് ശരിയല്ല എന്നും ഒരു ഏകാധിപത്യ പ്രവണതയാണെന്നും അതിൽ ജനാധിപത്യം കൈവിട്ടു പോയി എന്നും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോൺഗ്രസ് മുന്നോട്ട് വച്ചിരുന്ന ഒരു വാദം. അങ്ങനെ ഒരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണല്ലോ. അപ്പോൾ ആ ബദലാണ് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുയോഗ യാത്രയിലൊക്കെ നമ്മൾ കണ്ടത്. ബദലായിരുന്നു. പല സ്ഥലത്തും ആളുകളെ കണ്ടും പഠനം നടത്തിയും ഒക്കെ വലിയ രീതിയിൽ അടുത്ത ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഒരു കൈപ്പുസ്തകം അവർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ചെയ്യുമ്പോഴും പിന്നീട് എന്താണ് പാർട്ടി ചെയ്തിരിക്കുന്നത്, പാർട്ടിയിലെ നേതാക്കൾ എന്താണ് ചെയ്യുന്നത്, അതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ 1 2 മതിയല്ലോ. നെഞ്ചെന്തിന് നാനാഴി എന്ന് പറയുന്ന പോലെ 1 2 പേർ മതി ആ ഒരു സംവിധാനത്തെ ആകെ തകിടം മറിക്കാൻ. അപ്പോൾ നേതാക്കൾ ഡൽഹിയിൽ തന്നെ കേന്ദ്രീകരിക്കുന്നു. അല്ലെങ്കിൽ കേരളം ഡൽഹി എന്ന നിലയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യാത്ര തന്നെയായിരുന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയും സുധാകരനെ അനുനയിപ്പിക്കാൻ വേണ്ടി KC വേണുഗോപാൽ അടക്കം ചർച്ച നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ നേതാക്കളും പോയി കണ്ടു. ചെറുതും വലുതുമായ നേതാക്കൾ, യുവ നേതാക്കളടക്കം പോയി കണ്ടു. പക്ഷേ വഴങ്ങുന്നില്ലത്രേ. അദ്ദേഹം വഴങ്ങുന്നില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിക്കണം. പലയിടത്തും പരാജയം സംഭവിക്കും. ആ പരാജയം അനിവാര്യമായ പരാജയമാണ് എന്ന് KPCC പ്രസിഡന്റ് തോക്കുന്ന അല്ല, അതൊക്കെ ഇദ്ദേഹം പറയുന്ന വെല്ലുവിളിയാണല്ലോ. ആ വെല്ലുവിളി അങ്ങോട്ട് ഏറ്റെടുക്കണമെന്ന്. ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ എന്തായിരിക്കും അവിടെ ഈ പറയുന്ന KPCC പ്രസിഡന്റ് കിട്ടുന്ന പിന്തുണ എന്ന് ആലോചിക്കണം. ഇതൊരു പ്രതീതി സൃഷ്ടിക്കലാണ്. ഞാനില്ലെങ്കിൽ അവിടെ പാർട്ടി അങ്ങ് തകിടം മറിഞ്ഞു എന്ന പ്രതീതി സൃഷ്ടിക്കലാണ്. അവിടെ ശരിയാണ്, കുറച്ച് ചെറിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ KSUവിന്റെ നേതാക്കളൊക്കെ വന്ന് ഞങ്ങളതാ പിന്തുണ എന്നൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അതാണോ പാർട്ടി യഥാർത്ഥത്തിൽ? കണ്ണൂരിൽ അതാണോ പാർട്ടി? അപ്പോൾ സണ്ണി ജോസഫ് എന്ന നേതാവും അവിടെ ഈ പറഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച നേതാവാണല്ലോ, 4ാം തെരഞ്ഞെടുപ്പ് നേരിടുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യ സമീപനത്തിനും അവിടെ സ്വീകാര്യത ഉണ്ടായിട്ടല്ലോ. ഈ പറയുന്ന വെല്ലുവിളി ആർക്കെതിരെയാണ് നടത്തിയത്? കോൺഗ്രസിനെതിരെയല്ലോ. പേരാവൂരിൽ വേറൊരു സംവിധാനം. പേരാവൂരും ഇരിക്കൂറിലും ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വലിയ മലയോര മറ്റുള്ള ധർമ്മടം, തലശ്ശേരി, കണ്ണൂര് പോലെയുള്ള സ്ഥലങ്ങളെയൊന്നും പേരാവൂരും ഇരിക്കൂരും നിങ്ങൾക്ക് വയനാടിനെ പോലെയോ ഇടുക്കി പോലെയോ കമ്പയർ ചെയ്യാം. മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്, സർക്കാരുമായി ബന്ധപ്പെട്ട പരാതികളുമുണ്ട്. ആ വിഷയമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു യാത്ര മുമ്പ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെ അറിയാമെങ്കിലും അത്തരം ഗൗരവത്തിലുള്ള വിഷയങ്ങളിൽ അതാണ് അവിടുത്തെ ജനം അവരെ ബാധിക്കുന്ന, അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഈ 10 വർഷം അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യം, അതിനൊരു ഉത്തരമാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന ശക്തരായ നേതാക്കളെയാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂര് ഇപ്പോൾ കെ സുധാകരൻ ഇല്ലെങ്കിൽ തോക്കുകയാണെങ്കിൽ തോക്കട്ടെ എന്ന് വിചാരിക്കണമെന്നേ. അങ്ങനെ ഒരു ചങ്കൂറ്റമുള്ള നിലപാടി പാർട്ടി എടുക്കണം. കാരണം MP മാർ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ MP മാർ മത്സരിക്കേണ്ട. ചോദ്യം അതിൽ ഒരാൾക്ക് മാത്രം ഒരു ഇളവ് കൊടുക്കുക എന്ന തീരുമാനം വരുമ്പോൾ നമുക്കറിയാം മറ്റു നേതാക്കളും സ്ഥാനമോഹികളായി അവിടെയുണ്ട്. കെ സുധാകരൻ BJP പോയെന്തി, കെ സുധാകരൻ BJP പോകുന്നെങ്കിൽ പോകട്ടെ, അങ്ങനെയുള്ളവർ പോകട്ടെ. ഇവിടെ ഇപ്പോൾ BJP പോകാൻ നിൽക്കുന്നവരെ നമുക്ക് തടയാൻ പറ്റില്ല. ഇപ്പോൾ ഇടുക്കിയിലെ എസ് രാജേന്ദ്രൻ പോയല്ലോ, തടയാൻ പറ്റുമോ CPM-ന്? ഇല്ല. അപ്പോൾ അങ്ങനെ അല്ല, ഞാൻ പറയട്ടെ, പ്രവണതയുള്ള ആളുകൾ അങ്ങനെ പോകും. ഇതിപ്പോൾ കെ സുധാകരൻ പണ്ടെങ്ങോ പറഞ്ഞ ഒരു വാചകം എടുത്തിട്ടാണല്ലോ RSSകാർക്ക് ഞാൻ സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു വാചകം എടുത്തിട്ടാണല്ലോ ഇപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോകുന്നത്. പിന്നെ എപ്പോഴൊന്നും പറഞ്ഞിട്ടുണ്ട് വേണ്ടി വന്നാൽ BJP-യിലേക്ക് പോകുന്നു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അദ്ദേഹം പറയുകയാണെങ്കിൽ ആ കോൺഗ്രസ് ഈ പറയുന്ന ഈ പിന്തുണ നൽകുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യും? ഇല്ലല്ലോ. ഈ പറയുന്ന പാർട്ടിയെ കെട്ടിപ്പടുത്തു എന്നുള്ളതല്ലേ അദ്ദേഹത്തിന്റെ വാദം? അല്ലേ? അതല്ലേ വാദം? ആ വാദം അവിടെ പൊളിയല്ലോ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് കെ സുധാകരൻ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കുന്നത്? പാർട്ടിക്ക് മുകളിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ അത് പാർട്ടിയിലെ നേതാക്കൾ അല്ലെങ്കിൽ പാർട്ടിയിലെ അണികൾ അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസിന് ഈ കൈക്ക് വോട്ട് കുത്തുന്ന ആളുകൾ എന്താണ് കാണേണ്ടത്? കാരണം ഈ 10 വർഷം കഴിഞ്ഞു, കോൺഗ്രസിന്റെ ഭരണം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുമല്ലോ, അവർക്ക് ഈ നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ കെ സുധാകരൻ ഒരു മോശം മാതൃകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പാർട്ടിയെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം പറയാനാകാതെ അപ്പുറത്ത് നിൽക്കുന്നവരെ കൊണ്ട് അപഹസിപ്പിക്കുന്ന രീതിയിലാക്കിയിരിക്കുന്ന കെ സുധാകരനാണ്. അതിന് ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഉറച്ച തീരുമാനം എടുക്കുകയാണ് വേണ്ട. മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കേണ്ട, കണ്ണൂർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിക്കണം. അതുവഴി എന്തായാലും പേരാവൂരിൽ അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് കെ സുധാകരന്റെ വാദമാണ്. കെ സുധാകരൻ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്വതന്ത്രനായി അങ്ങ് നിൽക്കുമത്രേ. അണികളോട് നമ്മളിന്ന് രാവിലത്തെ വാർത്തയിൽ ഞാൻ ബ്രേക്കിംഗ് ന്യൂസ് വായിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നു, അതായത് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താം. അപ്പോൾ എന്തായിട്ടാണ്? സ്വതന്ത്രനായിട്ടാണോ? അങ്ങനെ സ്വതന്ത്രനായി നിൽക്കുന്ന കെ സുധാകരൻ, പാർട്ടിയിൽ നിന്ന് വിട്ട, കോൺഗ്രസിൽ നിന്ന് വിട്ട കെ സുധാകരൻ പിന്നെ എന്താണ്? ആ ചോദ്യമാണ് കണ്ണൂർ ചോദിക്കുക. കണ്ണൂരിലെ നേതാവാണ് കെ സുധാകരൻ. കണ്ണൂരിൽ പാർട്ടിയെ വളർത്തി വലുതാക്കിയ നേതാവാണ് കെ സുധാകരനെങ്കിൽ പാർട്ടി വിട്ട കെ സുധാകരൻ പിന്നെ എന്താണ് എന്ന ചോദ്യം, പാർട്ടിയിൽ നിന്ന് എന്തിനു വിട്ടു എന്ന ചോദ്യമുണ്ട്. കാരണം ഇത്ര തവണ പാർട്ടി പരിഗണിച്ചു. നിയമസഭയിൽ മത്സരിച്ചപ്പോൾ മന്ത്രിയുമായിട്ടുണ്ട്, MP-യുമായി 12 തവണ മത്സരിച്ചു. 12 തവണ മത്സരിച്ച് 6 തവണയെ ജയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം. 12 തവണ മത്സരിക്കാൻ ഈ പാർട്ടിയിൽ നിന്ന് തന്നെയാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നേതാവ് ഇനിയും എന്ന് പറയുമ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കും അവസരം കൊടുക്കുക. അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥിയെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അംഗീകരിക്കാതെ ഇങ്ങനെ പാർട്ടിയെ മുൾമുനയിൽ നിർത്തുന്ന നേതാവ് അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് തന്നെയാണ് വേണ്ടത്. ഹൈക്കമാൻഡ് അക്കാര്യത്തിൽ കടുത്ത നിലപാടെടുത്തില്ല എങ്കിൽ അത് ഖേദകരമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പുറത്താണെങ്കിലും ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ കാര്യത്തിലാണെങ്കിലും 18 പേരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറയുന്ന വെല്ലുവിളിയാണോ അംഗീകരിക്കുന്നതെന്ന ചോദ്യം അവിടെയുണ്ട്. നമുക്കറിയാം അടൂർ പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കഷ്ടിച്ച് കടന്നുകൂടിയതെന്ന്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന കെ സുധാകരനും അതോടൊപ്പം അടൂർ പ്രകാശിനും മാത്രം ഇളവ് എന്ന് വരുമ്പോൾ ആ ഇളവിന് വലിയ മറുപടി നൽകേണ്ടി വരും, ഒരുപക്ഷെ വലിയ വിലയും നൽകേണ്ടി വരും. കൈവിട്ട കളിയോ എന്നാണ് ചോദ്യം. PS സുനിൽ പ്രതിപക്ഷ നേതാവ് പുതിയുഗ യാത്രയുടെ ഇടവേളയിൽ പറഞ്ഞത്, ഒരു മാധ്യമങ്ങളോട് പറഞ്ഞത്, ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും, പുതിയുഗ യാത്ര തീരുമാനിക്കുന്നതോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാവും, 24 മണിക്കൂറിനുള്ളിൽ ലിസ്റ്റ് വരും. 24, 48, 72, ഇപ്പോൾ 75ാമത്തെ മണിക്കൂറാവുന്നു. രണ്ടാമത്തെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും വന്നിട്ടില്ല. തട്ടി നിൽക്കുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ മാത്രമല്ല, സൂക്ഷിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും തർക്കം ബാക്കി നിൽക്കുന്നു. എറണാകുളത്ത് വലിയ തർക്കമാണ് നിൽക്കുന്നത്. അതും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ദീപ്തി മേരി, അതേപോലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഒക്കെ തർക്കം നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഏകദേശം തർക്കം പരിഹരിച്ചു, പക്ഷേ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് തൃക്കരിപ്പൂര് സന്ദീപ് വാര്യരെ ഇറക്കുന്നത് വരെയുണ്ട്. കൈവിട്ട കളിയാണോ കോൺഗ്രസ് നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് 95 സീറ്റിലാണ്. അതിൽ 55 സീറ്റിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. ഇനി 40 സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. ഒരുപക്ഷെ ഇന്ന് കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ റാന്നിയുടെയും ഒഴിച്ച് ബാക്കി ഉള്ള കോന്നിയുടെയും ഒഴിച്ച് ബാക്കി 38 സ്ഥാനാർത്ഥികളെ ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസ് പ്രഖ്യാപിച്ചേക്കും, അതിൻ്റെ ലിസ്റ്റ് വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റ് വന്നാൽ വരാനിരിക്കുന്ന പൊട്ടിത്തെറി ചെറുതല്ല. ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും പ്രശ്നമാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ അവിടുത്തെ DCC തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിൽ പൊട്ടിക്കരച്ചിലാണ്. അപ്പോൾ ഈ നിലയിൽ കോൺഗ്രസിൽ വലിയ സംഘർഷം ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ തന്നെ വരുന്ന കാഴ്ച. അപ്പോൾ എങ്ങനെയാണ് ഇനി
അടുത്ത ദിവസങ്ങളിൽ പത്രിക നൽകാനുള്ള നീക്കത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് പോവുക എന്നത് വലിയ ചോദ്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസിന് നേരത്തെ അറിയാമായിരുന്നു. ഈ ചർച്ചകൾ നേരത്തെ തുടങ്ങാമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നേരത്തെ പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇതേക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ കോൺഗ്രസ് പറയും, കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ്, എല്ലാ കാലത്തും ഇങ്ങനെയാണ്, എല്ലാ കാലത്തും വലിയ ചർച്ച നടക്കും, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനെങ്കിലും ഞങ്ങളെ ഒന്ന് അനുവദിക്കൂ എന്നൊക്കെയാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര കാലമായി ഇത് നടക്കുന്നത് ഒരു വീതം വെപ്പാണ്. നേതാക്കൾ തമ്മിലുള്ള വീതം വെപ്പാണ് ഡൽഹിയിൽ നടക്കുന്നത്. കുറേ കാലമായി തുടങ്ങിയിട്ട്. കാരണം ലീഡറിൻ്റെ കാലത്താണെങ്കിൽ ലീഡറും AK ആൻ്റണിയും തമ്മിലുള്ള വീതം വെപ്പായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള വീതം വെപ്പായിരുന്നു. അന്ന് വയലാർ രവിയും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആളുകൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ തർക്കമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നേതാക്കളുടെ എണ്ണം കൂടിയിരിക്കുന്നു, വീതം വെപ്പ് വലിയ രീതിയിൽ നടക്കുന്നു. അത് വെട്ടാനായി KC വേണുഗോപാലിനെ പോലെ ഒരാൾ. അപ്പോൾ ഇവിടുന്ന് തയ്യാറാക്കി കുറേ പേരുകളുമായിട്ട് പോകും, അവിടെ ഇരുന്ന് വെട്ടും. അവരവരുടെ ആളുകളെ തിരികെ കയറ്റാനുള്ള നീക്കമാണ്. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ AICC നടത്തിയിട്ടുള്ള സർവേയുടെ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. AICC നടത്തിയ സർവേയുടെ വിവരത്തിൽ പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എളുപ്പമല്ല എന്നാണ് കോൺഗ്രസിന്. അത് സുനിൽ കനകോലു നൽകിയ റിപ്പോർട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ AICC വിലയിരുത്തുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മേൽക്കൈ ഇപ്പോൾ കേരളത്തിൽ UDFനും കോൺഗ്രസിനും ഇല്ല എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നു എന്ന് AICC തന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഈ രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക വിവാദമാക്കുന്നത്, വലിയ പ്രതിസന്ധിയാക്കുന്നത്. കോൺഗ്രസിനകത്ത് നമുക്കറിയാമല്ലോ, VD സതീശൻ പുതിയുഗ യാത്ര നടത്തിയ സമയത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ, ഒരു കോൺഗ്രസ് പ്രവർത്തക ചോദിക്കുകയാണ്, നിങ്ങളിൽ ഐക്യമില്ലല്ലോ, നിങ്ങൾക്കിടയിൽ തർക്കമാണല്ലോ, അപ്പോൾ VD സതീശൻ 100 സീറ്റ് നേടും എന്ന് പറഞ്ഞപ്പോഴാണ് ആ ചോദ്യം ഉയരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ നിന്ന് വരുന്ന കാഴ്ച എന്താണ്? നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള എന്തെങ്കിലും സന്ദേശം കോൺഗ്രസിന് നൽകാൻ കഴിയുന്നുണ്ടോ? ഇത് കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവമായി മാറുന്നതാണ്. കാലം ഇത്രയൊക്കെ മാറിയിട്ടും കോൺഗ്രസ് ഈ ഓരോ ദിവസവും അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ലെന്ന് ദേശീയ തലത്തിലും ഇതാണ് കാഴ്ച. അസമിലെ അവസ്ഥ എന്താണ്? അസമും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. കേരളത്തിൻ്റെ അതേ ദിവസമാണ് അസമിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അസമിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട 2 കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചു. ഒരാൾ അവിടുത്തെ PCC പ്രസിഡന്റായിരുന്നു. 30-35 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ശക്തനായൊരു കോൺഗ്രസ് നേതാവാണ് 2 ദിവസം മുൻപ് രാജിവെച്ചത്, ഭൂപൻ സിംഗ് ബോറ എന്ന് പറയുന്നത്. ഇന്നലെ രാജിവെച്ചത് കോൺഗ്രസിൻ്റെ ഒരു MP ആണ്. കോൺഗ്രസിൻ്റെ MP പ്രബ്യൂട്ട് ബോർഡലോയ്. അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി തല്ലുകൊണ്ട് നടന്ന ഒരു MP ആണ്. അദ്ദേഹം രാജിവെച്ച് BJP ചേർന്നു. ഇവർ 2 പേരും രാജിവെച്ച് BJP ചേർന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോൺഗ്രസിൻ്റെ ഒരു പാർലമെൻറ്റ് അംഗം, ലോക്സഭാ അംഗം രാജിവെച്ച് BJP ചേർന്നു. സീറ്റിൻ്റെ പേരിലുള്ള തർക്കം, സീറ്റ് വിഭജനത്തിലെ പ്രശ്നം, അവിടെ ഗൗരവ് ഗൊഗോയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ. ഈ രീതിയിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എവിടെയാണ്? രാഹുൽ ഗാന്ധി എവിടെയാണ്? മല്ലികാർജുൻ ഖാർഗെ എവിടെയാണ്? എന്താണ് അസമിൽ സംഭവിക്കുന്നത്? 2 ടേമായി അസമിൽ കോൺഗ്രസിന് അധികാരമില്ല. അപ്പോൾ 10 വർഷം അസമിലും കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ആ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചയാണിത്. ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലോ, ബീഹാറിൽ, ഒഡീഷയിൽ, ഹരിയാനയിൽ, ബീഹാറിൽ 3 കോൺഗ്രസ് MLA-മാരാണ് കൂറുമാറി ക്രോസ് വോട്ട് ചെയ്തത്. അതുപോലെ ഒഡീഷയിൽ 3 കോൺഗ്രസ് MLA-മാർ കൂറുമാറി അവിടെ വോട്ട് ചെയ്തു. അവിടെ 2 സ്ഥലത്തും ഓരോ കോൺഗ്രസിൻ്റെ MP-മാരുണ്ടാകേണ്ടതായിരുന്നു രാജ്യസഭയിലേക്ക്, അതുണ്ടായില്ല. ഹരിയാനയിൽ 9 MLA-മാരാണ് കൂറുമാറിയത്. 9 MLA-മാർ കഷ്ടിച്ചാണ് 0.5% പോയിന്റിലാണ് അവിടെ ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. 9 MLA-മാർ കൂറുമാറി. ഈ രീതിയിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ ലീഡർഷിപ്പിനോട് വിശ്വാസമില്ലാത്ത പാർട്ടി പ്രവർത്തകർ, ലീഡർഷിപ്പിനോട് വിശ്വാസമില്ലാത്ത സംസ്ഥാന നേതാക്കൾ, MLA-മാർ, ജനപ്രതിനിധികൾ ഈ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിൽ ഒരു ക്രൂഷ്യൽ ഇലക്ഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കുമ്പോൾ ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക വിവാദമാക്കുന്നത്. സുധാകരൻ എത്രയോ കാലം മുമ്പ് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാണ്. മത്സരിക്കുമെന്ന് സുധാകരൻ പറയുന്നുണ്ട്. മത്സരിക്കാനായി സുധാകരൻ ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് സുധാകരന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ അത് വിവാദമാകും, സുധാകരൻ ഇതുപോലെ വലിയ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെ കോൺഗ്രസിന് അറിയാത്ത സംഗതിയൊന്നുമല്ല.
കോൺഗ്രസിന് ഇതൊക്കെ കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പത്രിക നൽകാനുള്ള ദിവസത്തിന് 2 ദിവസം കൊണ്ടുവന്ന് ഇതുപോലെ വിവാദ വിഷയമാക്കുന്നത്? ഇപ്പോൾ കെ സുധാകരന് സീറ്റ് നൽകിയില്ലെങ്കിൽ കണ്ണൂരിൽ വലിയ സംഘർഷമുണ്ടാകും. കണ്ണൂരിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, കണ്ണൂരിൽ പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു സീറ്റ് പോയാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അല്ല ഒരു സീറ്റ് പോയാൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയ പ്രശ്നമാണ്. കോൺഗ്രസിന് അത്ര വലിയ മേൽക്കൈയൊന്നുമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയൊരു എഡ്ജ് കിട്ടിയെന്ന് പറയുന്ന ഈ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് പാറ്റേൺ വെച്ച് നോക്കിയാൽ പോലും 50, 58, 60 സീറ്റിൽ വരെ ലെഫ്റ്റിന് സുഖമായി വിജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അവിടെ ക്ലോസ് ഫൈറ്റ് നടക്കുന്നത്, വലിയ മത്സരം നടക്കുന്നത് 10, 20 സീറ്റിലാണ്. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. നമ്മൾ മലബാറിലെ ഓരോ മണ്ഡലങ്ങളെടുത്ത് നോക്കിയാൽ പോലും ഇപ്പോഴും കോൺഗ്രസിനൊന്നും അത്ര അനുകൂലമായ സാഹചര്യമില്ല UDFനും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സുധാകരൻ പറയുന്ന ഭീഷണി തള്ളിക്കളഞ്ഞ് ഒരു സീറ്റ് പോയെങ്കിൽ പോട്ടെ, കണ്ണൂർ പോയെങ്കിൽ പോട്ടെ എന്ന് തീരുമാനിക്കാനൊന്നും കോൺഗ്രസിന് ഇപ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സീറ്റ് പോലും കോൺഗ്രസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു സുധാകരൻ്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഒടുവിൽ ഹൈക്കമാൻഡ് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. സുധാകരൻ ഇതുവരെ ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ ചില ആളുകളൊക്കെ തന്നെ സുധാകരനുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നേരിട്ട് ഒരു ഉറപ്പും സുധാകരന് കിട്ടിയിട്ടില്ല. പക്ഷേ സുധാകരൻ മത്സരിക്കാൻ തയ്യാറെടുത്ത് തന്നെയാണ്. പാർലമെൻറ്റിൽ നിന്നും കേരള ഹൗസിൽ നിന്നും ഒക്കെ തന്നെ ഈ ബാധ്യത അടച്ചുകൊണ്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വാങ്ങുന്നുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അതിനിപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്വതന്ത്രനായിക്കോട്ടെ. ഏതായാലും വലിയ സമ്മർദ്ദം സുധാകരൻ ചെലുത്തിയതിന് പിന്നാലെ ചർച്ച ചെയ്യാം, നമുക്ക് ആലോചിക്കാം, കുറച്ചുകൂടി കാത്തിരിക്കണം എന്നൊക്കെയാണ് സുധാകരനോട് ഇപ്പോൾ കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോഴും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ തീരുന്ന എത്ര പ്രശ്നങ്ങളുണ്ടായിരുന്നറിയോ കോൺഗ്രസ്സിൽ? രാഹുൽ ഗാന്ധി നേരിട്ട് ഇടപെട്ടിരുന്നുവെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയില്ല, പഞ്ചാബിലെ പ്രശ്നം, അതുപോലെ ഒരുപാട് സ്റ്റേറ്റുകളിൽ എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇവിടെയൊന്നും ലീഡർഷിപ്പ്, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ ലീഡർഷിപ്പ് ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അത് ആ സ്റ്റേറ്റിലൊക്കെ തന്നെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളെയും അവിടുത്തെ ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുക്കാൻ ഒരു നീക്കമില്ലെന്ന്. അതുകൊണ്ടാണ് ഇതുപോലെ കോൺഗ്രസ്സുകാർ കൂറുമാറി BJPയിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനി കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? കോൺഗ്രസ്സിലെ എത്ര നേതാക്കൾ BJPയിൽ പിന്നെ പോകുമെന്ന് നമ്മൾ എണ്ണി ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഉത്തരേന്ത്യയിലെ കഥകൾ പറയുന്ന പോലെ നമ്മൾ എണ്ണി പറയേണ്ടി വരും കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കോൺഗ്രസിനെ പരിഹസിച്ച് പറയാറുള്ളത് പോലെ ഈ വീതം വെപ്പ്, ഗ്രൂപ്പ് കളി എന്ന് പറയാവുന്ന പോലുള്ള വീതം വെപ്പും വെട്ടിനിരത്തലുമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ നാണിക്കണം. ഈ കാലത്തും, ഈ പുതിയ കാലത്തും, ഈ ജൻസി കാലം എന്നൊക്കെ നമ്മൾ പറയുന്ന കാലത്താണ് ഇതുപോലെയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രവണത കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായാലും വലിയ നാണക്കേടായി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒഴിവാക്കാമായിരുന്നു കോൺഗ്രസിനിത്. കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. കൈവിട്ട കളിയോ എന്നാണ് ചോദ്യം. കൈവിട്ട കളിയോ മാധു? ഏറെക്കുറെ കൈവിട്ട കളിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഇവിടെ എണ്ണി പറഞ്ഞതുപോലെ 75 മണിക്കൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം പിന്നിട്ടിരിക്കുന്നു. 24 മണിക്കൂറിന്റെ അവകാശവാദവും പിറ്റേ ദിവസത്തെ പൂർണ്ണ പട്ടികയുടെ അവകാശവാദവും ഒക്കെ പോയിരിക്കുന്നു. പിന്നീട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നില്ല അതിനെക്കുറിച്ച്. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് ഇന്ന് പട്ടിക വരും, ഏറെക്കുറെ പൂർത്തിയായ ഒരു പട്ടിക വരുമെന്ന് പറഞ്ഞു. എന്തായാലും കോന്നിയും കണ്ണൂരും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടികയെങ്കിലും വരുമെന്ന് വിചാരിച്ചു. ഈ നേരം വരെയും ഈ നിമിഷം വരെയും വന്നിട്ടില്ല. ഇന്ന് അല്പസമയത്തിനകം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്ന് വാഗ്ദാനം ചെയ്തൊരു നേതൃത്വമാണ് ഇന്ന് സംസ്ഥാനത്ത് കോൺഗ്രസിനുള്ളത്. ഇപ്പോൾ എത്ര ഗ്രൂപ്പുകളെന്ന് എണ്ണാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഗ്രൂപ്പ് ഡാൻസ് ആണ് നടക്കുന്നത്. അത് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച തരത്തിലുള്ള ഗ്രൂപ്പ് ഡാൻസ് അല്ല. അതായത് ഓട്ടംതുള്ളലൊക്കെയാണ് ഗ്രൂപ്പായിട്ട് കളിക്കുന്നത്. ചവിട്ട് നാടകം ഓൾറെഡി ഗ്രൂപ്പ് ആയതുകൊണ്ട് അതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. വെട്ടി അങ്ങ് നിരത്തുക എന്ന് പറയുന്നതാണ് ഈ അരങ്ങിൽ നടക്കുന്ന നാടകത്തിൻ്റെ 1 ലൈൻ എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ഒരു എഡ്ജ് കിട്ടുന്നുണ്ട്. ശരിയാണ്, ഈ ജില്ലാ പഞ്ചായത്ത് 7 ഒക്കെ ആണെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത തലത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലും മറ്റുമൊക്കെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയാണ്. ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ പാറ്റേൺ അനുസരിച്ച് LDFന് ലീഡ് കിട്ടും എന്ന് തന്നെയാണ് കോൺഗ്രസും വിചാരിച്ചിരുന്നത്. അവിടെ നിന്ന് തദ്ദേശത്തിന് ഒരു എഡ്ജ് കിട്ടുന്ന സമയത്ത്, കോൺഗ്രസ് വിചാരിക്കാത്ത മുന്നേറ്റം ഉണ്ടാകുന്ന സമയത്ത്
ഭരിക്കാൻ പോകുന്നു എന്നൊരു വിചാരമുണ്ടാവുകയാണ്. അപ്പം ഞങ്ങളില്ലാതെ ഭരിച്ചാൽ എങ്ങനെയാ എന്ന് ഓരോ നേതാക്കളും ചിന്തിക്കുക. ഭരിക്കാൻ പോവുകയാണ്, അയ്യോ ഇവരെല്ലാവരും ഞങ്ങളിപ്പോൾ എം പിമാരൊക്കെയാണ്, പക്ഷേ ഇവരൊക്കെ മന്ത്രിമാരാകാൻ പോവുകയാണ്, സംസ്ഥാനത്ത് അധികാരം കിട്ടാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായും CPM ആണ്. അപ്പോൾ ഒരു 10 വർഷം, ഇത്തവണ ഞങ്ങൾ ഭരിക്കുന്നു, അടുത്ത തവണ CPM ഭരിക്കുന്നു, അപ്പോൾ ഒരു 10 വർഷം. ആ 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലല്ലോ. വേണ്ട, അതിപ്പോൾ ഈ ആങ്ങള മരിച്ചാലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നൊരു ഒരു ഒരു സ്ത്രീവിരുദ്ധ പഴഞ്ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. ആ നിലയ്ക്കാണ് ഈ സാധനം മുന്നോട്ട് പോയത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വേറൊന്നും ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു പഴഞ്ചൊല്ലായിട്ട് കണ്ടുമില്ല. ആ നിലയ്ക്ക് പാർട്ടി കൈവിട്ടു പോയാലും വേണ്ടില്ല, പാർട്ടി നശിച്ചു പോയാലും വേണ്ടില്ല എന്ന് വിചാരിച്ചുള്ള അധികാരത്തിന് വേണ്ടിയുള്ള കൈവിട്ട കളിയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇവരെല്ലാവരും വലിയ വീമ്പിളക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളൊക്കെ ജീവിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ്, ഞങ്ങൾ വെള്ളമൊഴിച്ചുണ്ടാക്കിയതാണ് പാർട്ടി, ഞങ്ങൾ നട്ടുനനച്ചുണ്ടാക്കിയതാണ് പാർട്ടി, ഞങ്ങൾ പണിയെടുത്തുണ്ടാക്കിയതാണ് പാർട്ടി എന്നൊക്കെയാണ്. ഈ പാർട്ടിയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ഇവർ നട്ടുനനച്ചതെന്നും വളർത്തിയെന്നും വലുതാക്കിയെന്നും പറയുന്ന ഈ പാർട്ടിയാണ് അവർ വെല്ലുവിളിക്കുന്നത്. നോക്കൂ, ഈ ഓരോ നേതാക്കളെയും കണ്ടിട്ടല്ല കേരളത്തിൽ ഒരു കോൺഗ്രസ്സുകാരനും KSUവിൽ ചേർന്നത്, ഒരു കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായത്, ഒരു കോൺഗ്രസ്സുകാരനും അവനവന്റെ ജോലി മാറ്റിവെച്ച് ഈ പറയുന്ന ബൈ ഇലക്ഷൻസ് നടന്നിടത്തും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിടത്തും പണിയെടുക്കാൻ പോയത് ഈ നേതാക്കളെ കണ്ടുകൊണ്ടല്ല. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ബോധ്യവും അവരുടെ പാർട്ടിയോടുള്ള സ്നേഹവും കൊണ്ടാണ്. ഇനി അതും പോകട്ടെ, കൊള്ളാൻ ഇറങ്ങിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? വലിയ തോതിൽ ഈ നവകേരള യാത്രയൊക്കെ നടന്ന സമയത്ത് ഉണ്ടായ പോലീസ് അതിക്രമവും രക്ഷാപ്രവർത്തനവും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഈ കൊള്ളാൻ പോയ വഴിയിൽ കിടപ്പിലായപ്പോൾ എത്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓർമ്മയുണ്ടാകും ഈ നേതാക്കൾക്ക്? എത്ര പേരെ ഓർമ്മയുണ്ടാകും? ഈ ഒരു പെൺകുട്ടിയുണ്ട്, മേഘ എന്നോ മറ്റോ ആണ് പേര്, കിടപ്പിലായി പോയെന്നേ. കണ്ണ് നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, ഇടുക്കിയിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 10-35 വയസ്സിലൊരു ചെറുപ്പക്കാരൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നേമം ഷജീർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ തിരുവനന്തപുരത്ത്, എത്ര പേർ ക്രൂരമായ മർദ്ദനമാണ് നേമം ഷജീർ ഏറ്റുവാങ്ങിയത്. അങ്ങനെ എണ്ണി 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 പറയാൻ എത്ര പേരുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലെ വിജയ് ഇന്ദുചൂടൻ, അച്ഛൻ്റെ കഥ കഴിഞ്ഞ ദിവസമാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത്. അപ്പോൾ അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരുപാട് മനുഷ്യരുണ്ടാകുമല്ലോ. അവരോട് മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് കാണിക്കുക. എന്നിട്ട് പറയുന്നത് എന്താ? പാർട്ടി സ്നേഹം, ഞങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി, ഞങ്ങളെ ഉണ്ടാക്കിയത് പാർട്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സാധാരണക്കാരായ അണികളുടെ അധ്വാനത്തെയും ജീവിതത്തെയും അവരുടെ പാർട്ടി ബോധത്തെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടും ഇളിച്ചു കാണിച്ചുകൊണ്ടും കൊഞ്ഞനം കുത്തിക്കൊണ്ടുമൊക്കെയാണ് ഈ വലിയ വലിയ തലമുതിർന്ന നേതാക്കൾ, തലപ്പൊക്കമുള്ളവരൊക്കെ ഗർജിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയ സങ്കടം എന്ന് പറയുന്നത്. നേരത്തെ പിയാർസൺ ചൂണ്ടിക്കാണിച്ചത് കൃത്യമാണ്. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നിന് കമാൻഡ് ഇല്ല എന്ന് കളിയാക്കി കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. രാഹുൽ ഗാന്ധി വലിയ നേതാവാണ്, രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥതയുണ്ട്, രാഹുൽ ഗാന്ധി ഒരു ട്രൂ ഇന്ത്യൻ എന്ന നിലയ്ക്ക് വലിയ വിഷൻ മുന്നോട്ട് വെക്കുന്ന നേതാവൊക്കെയാണ്. പക്ഷേ നേതൃപരമായ സവിശേഷത, നേതൃപരമായ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഈ സംസ്ഥാനത്തൊരു പ്രശ്നമുണ്ടാകുന്നു. സംസ്ഥാനത്ത് ഈ പാർട്ടി ലിസ്റ്റുമായി, സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടാകുന്നു. നേരിട്ട് വിളിക്കണമെന്നേ, ഈ നേതാക്കളെ നേരിട്ട് പോയി കാണണം, അല്ലെങ്കിൽ നേരിട്ട് വിളിക്കണം, സംസാരിക്കണം, അത് സോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഹൈക്കമാൻഡ്? ഇവിടെ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിൽ ഇവിടെ നിന്ന് തന്നെയുള്ള ഒരാൾ വെട്ടുകയും തിരുത്തുകയും ചെയ്യുന്ന നോക്കിക്കൊണ്ട് നിൽക്കാനാണോ ഹൈക്കമാൻഡ്? അപ്പം അങ്ങനെയല്ല. ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി എന്നൊരൊറ്റയാളെ മുന്നിൽ നിർത്തിയപ്പോൾ ഇവിടെ ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? കേരളത്തിൻ്റെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഈ സ്വന്തം പാർട്ടിയെ നയിക്കാൻ ശേഷിയില്ലാത്ത നേതാക്കൾ ഒരു സംസ്ഥാനത്തെ നയിക്കും എന്ന് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കണം എന്ന് വിചാരിക്കുന്നത് എത്ര വലിയ പ്രിവിലേജ് അവകാശപ്പെടലാണ്. അവനവൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു കെട്ടുപാടുണ്ടാക്കാനോ അവനവൻ്റെ പാർട്ടിയിലെ നേതാക്കളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല. പക്ഷേ ജനങ്ങൾ നിങ്ങളെ നയിക്കാൻ തിരഞ്ഞെടുക്കണം എന്നാണ് അവകാശപ്പെടുന്നത്. കഷ്ടമാണ്. ലീഡർഷിപ്പ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട് അത്രേ കോൺഗ്രസ്സിന്. അപ്പോൾ അത് ശരിയാണ്. എപ്പോഴാണെന്നറിയാമോ അത് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത്? ഈ ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഒരുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അതൊരു ആത്മാഭിമാനമായിട്ട് അവകാശപ്പെടാം. ഇത് പക്ഷെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഓരോ നേതാക്കളും അവനവൻ്റെ അധികാരത്തിന് വേണ്ടി ഇലക്ഷനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഇലക്ഷന് ശേഷമുള്ള അധികാരത്തിലേറലെ കുറിച്ചാണ് പരസ്യമായി തന്നെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രകടമായിരിക്കുന്നത്. അവിടെയാണ് അവർക്കത് കൈവിട്ടു പോകുന്നത് എന്നുള്ളതാണ്. ഇനിയൊന്ന്, മുന്നണി സംവിധാനം. എനിക്ക് വളരെ കൃത്യമായി ഓർമ്മയുണ്ട്. ഇതിനു മുൻപ് അധികാരത്തിലെടുത്തപ്പോൾ ഉമ്മൻചാണ്ടിയും KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അധികാരത്തിൽ പരിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അധികാരത്തിലെടുത്തപ്പോൾ. പക്ഷേ ലീഗ് നേതൃപരമായ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു
ഒരു നിലയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ മുന്നണി തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന നിലയ്ക്ക് വളരെ സ്വതസിദ്ധമായി അതിൽ ഇടപെടുകയും അതിൽ പ്രശ്നപരിഹാരത്തിന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ UDF-ലെ ഈ സീറ്റ് തർക്കവുമായി ബന്ധപ്പെട്ടോ മുന്നണി പ്രശ്നവുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ഒരു ഇടപെടലിന് ലീഗ് നിൽക്കുന്നില്ല എന്നത് വളരെ പ്രകടമാണ്. കുട്ടനാട്ടിൽ പ്രശ്നമുണ്ട്. DCC വൈസ് പ്രസിഡന്റ് കണ്ണീരും കയ്യുമായിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് കണ്ണീരോടുകൂടി മുന്നോട്ട് വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള പ്രശ്നമാണ് അമ്പലപ്പുഴയിൽ മണ്ഡലം സെക്രട്ടറി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തീരുമാനിച്ചു, പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതെന്താ? മണ്ഡലം സെക്രട്ടറിക്കെതിരെ വാളെടുക്കാം, MP-മാർക്കെതിരെ ഇത് പറ്റില്ലേ? അപ്പോൾ മണ്ഡലം സെക്രട്ടറി ഇത്തിരി കുറഞ്ഞവൻ വെട്ടിയാൽ കുഴപ്പമില്ല. MP-മാർ പക്ഷേ വലിയ കൂടിയ ആളുകളാണ്. അപ്പോൾ അവിടെ ഈ അച്ചടക്കം ബാധകമല്ല. എന്തൊരു ഇരട്ടത്താപ്പാണത്. പയ്യന്നൂരിൽ പ്രശ്നമില്ലേ? ഈ കുഞ്ഞികൃഷ്ണന്റെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രശ്നം നടക്കുകയാണ്. അതായത് ഇന്നലെ വരെ അപ്പുറത്ത് നിന്ന ആളുകളെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുകയാണ്, വിസ്മയം എന്നതിന് വിളിപ്പേരിടുകയാണ്. അവിടെ നിൽക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 10 വർഷം അധികാരത്തിലില്ലാതെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവന്റെ അധ്വാനത്തെ കാണാതെ പോകരുത്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കൂ എന്ന് പറയുകയാണ്. തളിപ്പറമ്പിൽ പ്രശ്നമുണ്ട്, തൃക്കരിപ്പൂരിൽ പ്രശ്നമുണ്ട്. തൃക്കരിപ്പൂരിൽ ഇന്ന് DCC അധ്യക്ഷൻ തന്നെ വന്ന് ഇത് പറയുകയാണ്. പക്ഷേ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് അപ്പുറത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ ഇപ്പുറത്തോട്ട് വന്നതാണ്, വലിയ പൊളിറ്റിക്കൽ എഡ്ജ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. VSO അതുകൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇതൊരു സുഡോക്ക് കളിക്കുന്ന പോലെയാണല്ലോ. അപ്പോൾ അതിന് നേരിടേണ്ടത് ആരാണ്? ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നിട്ടാ, ഇങ്ങനെ ഒരു ടേബിളിലിരുന്നിട്ടാ. ഒരു ടേബിളിലിരിക്കുമ്പോൾ അതിനുള്ള ഐക്യം വേണമെന്നുള്ളതാണ് പ്രശ്നം. പൂഞ്ഞാറിൽ അലോഷ്യസ് സേവ്യർ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലുമില്ല. അതിനു മുമ്പ് അവിടെ കൊഴി പിടിക്കുകയാണ്, നടക്കില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ ഇപ്പോൾ K സുധാകരന് സീറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രശ്നമാവും. ഇവിടെ കോന്നിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകും. അടൂർ പ്രകാശ് ആരാ? അദ്ദേഹമാണ് ഈ സംഘടന, ഈ സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്ന ചുമതലപ്പെട്ട ഒരാൾ. അപ്പോൾ ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അമരക്കാർ, ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്ന നേതാക്കൾ, അല്ലെങ്കിൽ അടുത്ത ഞങ്ങൾക്ക് ഈ പറയുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട മിന്നും താരകങ്ങളൊക്കെയാണ് നിലവിൽ കോൺഗ്രസിനെ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്, മഴയത്ത് നിർത്തിയിരിക്കുന്നത്. തിരിച്ചു വരാനുള്ള ദിവസങ്ങൾ വളരെ ചുരുങ്ങി പോവുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ നേതാക്കളെല്ലാവരും ഇങ്ങോട്ട് വണ്ടി കയറുന്നു എന്നാണ് അറിഞ്ഞത്. സുധാകരന്റെ പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് ഹൈക്കമാൻഡിൽ നിന്നൊരു തീരുമാനം വരട്ടെ, ഞങ്ങൾക്കതിൽ പങ്കില്ല. രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുന ഖാർഗെയോ ഒക്കെ പ്രഖ്യാപിക്കുകയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പോഴും കോന്നി ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. അടൂർ പ്രകാശ് കൂടി മത്സരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം. പട്ടിക വരാൻ കാത്തിരിക്കുകയുമാണ്. കൊച്ചിയിൽ അതിനേക്കാൾ വലിയ പ്രശ്നം നടന്നതാണ്. നോക്കൂ, ദീപ്തി മേരി വർഗീസ് 2 തവണയായിട്ട് അവർ അനീതി നേരിടുകയാണ്. അവരോട് മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊരു അനീതി ഉണ്ടായി. അതിനുശേഷം അവർ വളരെ മനോഹരമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. വേറെ ആരെയും പോലെ പൊട്ടിത്തെറിച്ചോ ഒന്നുമില്ല. വളരെ നീറ്റായി, വളരെ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. ഇപ്പോൾ അവരോട് ഫ്ലെക്സ് വരെ പ്രിന്റ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നത്? അവരോട് ആരെങ്കിലും പറയാതെ അവർ സ്വന്തം നിലയ്ക്ക് പോസ്റ്റർ പ്രിന്റ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ ഏകപക്ഷീയമായി ഫോൺ വിളിച്ച് പറയേണ്ട ഒരു കാര്യമായിട്ട് കോൺഗ്രസ് രാത്രിയിൽ 8 മണിക്ക് ശേഷവും യു പ്രൊസീഡ് എന്നാണ് കേന്ദ്രത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ നിർദ്ദേശം. ഓക്കെ. അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത്, അത് ഈ കേന്ദ്രം ഏതാണ്? രാഹുൽ ഗാന്ധി വിളിച്ചിട്ടുണ്ടായിരിക്കില്ലല്ലോ അല്ലേ? അപ്പോൾ സ്വന്തം കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുന്ന ചിലരായിരിക്കുമല്ലോ ഈ യു പ്രൊസീഡ്. ഹൈക്കമാൻഡ് എന്തായാലും പേഴ്സണൽ മെസ്സേജ് അയക്കില്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഇത് സ്വന്തം എന്തോ വീട്ടുകാര്യമാണെന്ന് വിചാരിക്കുന്നവരുടെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. പാർട്ടി തീരുമാനത്തിന് മുൻപ് സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവരെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഏൽപ്പിക്കുന്നിടത്ത് പ്രശ്നമുണ്ടെന്നേ, അത്രേ ഉള്ളൂ. ഓക്കെ. നേരത്തെ ഞാൻ മാധു പറഞ്ഞൊരു വാക്കിൽ നിന്ന് തുടങ്ങാം. ഈ ശരിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. എന്താ ഈ ഗാലക്സിയുടെ പ്രശ്നം? അല്ല, പ്രതിപക്ഷ നേതാവ് ക്ഷമിക്കണം, VD സതീശൻ. എന്താണ് ഈ ഗാലക്സിയുടെ പ്രത്യേകത? ഗാലക്സി എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടി ചേരുന്നതാ. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ശാപവും കോൺഗ്രസിന്റെ ഒരുപക്ഷെ ഭാഗ്യവും എന്നവർ കരുതുന്നത്. കുറേ ഗ്രഹങ്ങളുണ്ടാവും, കൂട്ടിയിടിക്കും. ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും കുറേ ഉപഗ്രഹങ്ങൾ. നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടിയെടുപ്പുകാർ എന്ന് പറയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും. ഈ കോൺഗ്രസിന്റെ ശാപം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കുറച്ചുപേർ ഗ്രഹങ്ങളാവുകയും ആ ഗ്രഹങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ ചില നേതാക്കളെയൊക്കെ എത്ര കോമഡി ആവുന്നുണ്ടെന്നറിയോ? സാധാരണക്കാരായിട്ടുള്ള ഈ പ്രവർത്തകരുടെ മുന്നിൽ ഈ നേതാക്കൾ അവർ തുറന്നു കാട്ടപ്പെടുകയാണ്. 33 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ കണക്കെടുത്തപ്പോഴെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന് അതിൽ വിവിധ സംഘടനകളിലായി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അംഗങ്ങളുണ്ട്. ഈ 33 ലക്ഷത്തോളം വരുന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അംഗങ്ങളാണെങ്കിലും പ്രവർത്തകരാണെങ്കിലും അവർ ഇന്ന് യഥാർത്ഥത്തിൽ തെരുവിൽ നഗ്നരാക്കപ്പെട്ട് നിൽക്കുക. ഈ 55 ഇടങ്ങളിലല്ലാതെ മറ്റൊരിടത്തെയും സ്ഥാനാർത്ഥിയെക്കുറിച്ച് അവർക്കൊരു വിവരമില്ല. അവരുടെ മുന്നിൽ കൂടി LDFന്റെ സ്ഥാനാർത്ഥികൾ അങ്ങോട്ട് പോകുന്നു. 1ാം റൗണ്ട് പര്യടനം, 2ാമത്തെ റോഡ് ഷോ, 3ാമത്തെ റോഡ് ഷോ. ചില മണ്ഡലങ്ങളിൽ ഇവരിങ്ങനെ വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ.
72 മണിക്കൂറായി LDFിൻ്റെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞു കഴിഞ്ഞൊരു രാഷ്ട്രീയ ഭൂമികയിലാണ് പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ ഈ 33 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഗ്രഹം ഉപഗ്രഹം കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ പരാജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന സർവേകൾ ആവറേജ് എടുത്ത് നോക്കിയാൽ 75-76 സീറ്റുകൾ വരെ LDFിന് ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പോൾ പ്രഖ്യാപിച്ച 55 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക അടക്കം 60-64 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ UDF ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട്. 1-2 സീറ്റുകൾ വേണ്ടി വന്നാൽ ഈ കളിയാണ് കളിക്കുന്നതെങ്കിൽ അത് NDAക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണം തിരുവനന്തപുരം സെൻട്രൽ അടക്കം. അവിടെ കുമ്മനം രാജശേഖരനാണ് മത്സരിക്കാൻ വരുന്നതെങ്കിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് 75 മണിക്കൂർ പിന്നിട്ടു. ഇപ്പോൾ നോക്കുമ്പോൾ 76 മണിക്കൂറായി. 9 മണിക്ക് ഒരുപക്ഷെ അരമണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ പട്ടിക പുറത്തു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അപ്പോഴും കണ്ണൂർ ആ പട്ടികയിൽ ഉണ്ടാകുമോ, കോന്നി ആ പട്ടികയിൽ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചില നേതാക്കളിലും വല്ലാതെ ബാധിച്ചിരിക്കുന്ന ഒരു അധികാരത്തിൻ്റെ ഭ്രമമുണ്ട്. നമ്മളതിനെ സാധാരണ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്നത് പാർലമെന്ററി വ്യാമോഹം എന്നാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ളൊരു ആസക്തി. ഒബാമ പണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളുടെയും 80% കാരണം എന്ന് പറയുന്നത് കാരണമെന്ന് പറയുന്നത് മരണത്തിനെ ഭയപ്പെട്ടു തുടങ്ങിയ, തങ്ങൾ അപ്രസക്തരാകുമോ എന്ന് ഭയക്കുന്ന വൃദ്ധന്മാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രായം ചെന്ന മനുഷ്യർ, എല്ലാ പ്രായം ചെന്ന മനുഷ്യരല്ല, ഈ മരണത്തെ ഭയക്കുന്ന, തങ്ങൾ പോകുന്തോറും അപ്രസക്തരാകുമെന്ന് സ്വയം കരുതുന്ന മനുഷ്യരാണ് ലോകത്തെ 80% ലോകത്തെ പ്രശ്നങ്ങളുടെ കാരണമെന്ന് പറഞ്ഞത് ഒബാമയാണ്. ഞാൻ കോട്ട് ചെയ്തതല്ല. പക്ഷേ നിങ്ങൾ നോക്കൂ, ജി സുധാകരൻ എന്താ ഇതിനകത്ത് പ്രധാനപ്പെട്ട എതിർപ്പ്? ഒറ്റ എതിർപ്പല്ലേ ഉള്ളൂ. ജി സുധാകരനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ല. സലാമിനോടും ജില്ലാ നേതൃത്വത്തോടുമുള്ള എതിർപ്പ് അദ്ദേഹത്തെ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ. ഏതു പാർട്ടിയിൽ? 6 പതിറ്റാണ്ട് 7 തവണ നിയമസഭയിൽ മത്സരിപ്പിച്ച് പാർട്ടി എല്ലാ പദവികളും കൊടുത്തൊരു മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പുറത്ത് TK ഗോവിന്ദൻ സ്വന്തം ഭാര്യക്കടക്കം 2 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട പദവികൾ അത് അവരുടെ നേതൃത്വത്തിലാണ് വന്നതെന്ന് പറയും. എന്നിട്ട് മറ്റൊരു നേതാവിൻ്റെ ഭാര്യയെ പരിഹസിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 74 വയസ്സ് കഴിഞ്ഞാൽ 75-ാമത്തെ വയസ്സാകുമ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇനി തുടരാൻ കഴിയില്ല, ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഏരിയ മെമ്പറായിട്ട് മാറേണ്ടി വരും. ഈ ഒറ്റ കാര്യമാണ് TK ഗോവിന്ദനെ കൊണ്ടുവന്നത്. നിങ്ങൾ കോൺഗ്രസിലേക്ക് വരൂ, ഇതേ കാര്യം തന്നെയല്ലേ അവിടെയും സംഭവിക്കുന്നത്? എന്താ കെ സുധാകരൻ്റെ ടെൻഷൻ? ഇതാണ് ലാസ്റ്റ് ബസ്. ഇതിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ അധികാരത്തിൻ്റെ തലസ്ഥാനത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു പക്ഷേ അധികാരം എന്തെങ്കിലും കാരണവശാൽ UDFന് കിട്ടിയാൽ നിങ്ങൾക്ക് മന്ത്രിയാകാനുള്ള അവസാനത്തെ അവസരമാണ് ലഭിക്കുന്നത്. ഈ അധികാരത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? അധികാരം ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. ആ വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കൽ എടുത്തു ചാടിയാൽ വളരെ പെട്ടെന്ന് മത്സ്യമായിട്ട് രൂപപരിണാമം സംഭവിക്കും. പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ആ മത്സ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മനുഷ്യരാവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ അധികാരത്തിൽ തന്നെ തുടരേണ്ടി വരും. അതാണ് അടൂർ പ്രകാശിൻ്റെ പ്രശ്നം. അതാണ് കെ സുധാകരൻ്റെ പ്രശ്നം. അത് തന്നെയാണ് ജി സുധാകരൻ്റെയും പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒബാമയുടെ വാക്കുകൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമിതമായ അധികാരത്തിനോടുള്ള ആസക്തി മൂത്ത പാർലമെന്ററി വ്യാമോഹമുള്ള ഒരു കൂട്ടം മനുഷ്യർ കേരളത്തിലെ പാർട്ടികളെ ദയാവധത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഘാതം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്. ശരിയാണ്, ജി സുധാകരൻ പോയതിൽ CPMന് നഷ്ടമുണ്ട്. TK ഗോവിന്ദൻ ആ നിലപാടെടുത്തതിൽ നഷ്ടമുണ്ട്. ഒരു സംശയമില്ല. CPM എന്ന് പറയുന്ന പാർട്ടി അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്. വി കുഞ്ഞികൃഷ്ണന്റെ കാര്യം പോട്ടെ, അതൊരു പ്രാദേശിക വിഷയമാണെന്ന് പറയാം. പക്ഷേ അതിനേക്കാളേറെ വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത് എവിടെയാണ്? കോൺഗ്രസിലാണ് ഇപ്പോൾ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്നത്. അനിശ്ചിതാവസ്ഥയിലാണ്. ഞാൻ ഈ പറഞ്ഞത് ഒരു സാധാരണ പ്രവർത്തകന്റെ വികാരം കൂടിയാണ്. കാരണം അവന് നിരാശയുണ്ടെന്നേ. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരൊറ്റയിടത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 72 മണിക്കൂറായിട്ടേ അവിടുത്തെ പ്രവർത്തകർ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പറയൂ. ആറന്മുള മണ്ഡലത്തിലൂടെ വീണ ജോർജ് 2 തവണ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. 2 തവണ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. റാന്നിയിൽ പ്രമോദ് നാരായണൻ റോഡ് ഷോ നടത്തി കഴിഞ്ഞു. അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുക. റോഡ് ഷോ കണ്ടിട്ട് വേലിക്കുള്ളിൽ മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് പ്രവർത്തകരെ ആക്കിയതിന് ഉത്തരവാദിത്വം ഈ സ്ഥാനാർത്ഥി മോഹികളായ അധികാരത്തോട് ആസക്തിയുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇതിനെല്ലാം ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ നേതാക്കൾ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ എങ്ങോട്ടാണ് ചേക്കേറാൻ പോകുന്നത്? അവർ കൂടുതലും CPMലേക്കാണെന്ന് കരുതിയാൽ തെറ്റി. ചില ആളുകൾ CPMലേക്കൊക്കെ വരും.
പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഭയക്കുന്നത് നേരത്തെ പിയാ സുനിൽ പറഞ്ഞ ആസാം ഫാക്ടറാണ്, ഹരിയാന ഫാക്ടറാണ്, ഒപ്പം തന്നെ ബീഹാർ ഫാക്ടറാണ്. ഈ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ വളരെ വേഗം ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് NDA ക്യാമ്പിലേക്കാണ്. നിങ്ങൾ കേരളത്തിൽ നോക്കൂ. കേരളത്തിൽ ഒരു KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് അമ്പലപ്പുഴയിൽ G സുധാകരനോടുള്ള വിയോജിപ്പ് മൂലം, G സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള വിയോജിപ്പ് മൂലം നേരെ പോയി കയറുന്നത് അങ്ങോട്ടാ NDA ക്യാമ്പിലേക്കാണ് കയറുന്നത്. എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആലപ്പുഴ മത്സരിക്കാൻ വേണ്ടി MJ ജോബ് പോകുന്നു. 1/2 ഡസൻ നേതാക്കൾ വിമതരായിട്ട് മത്സരിക്കാൻ സാധ്യതയുള്ള 1/2 ഡസൻ നേതാക്കൾ NDA ക്യാമ്പുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പുറത്തു വരട്ടെ. ഇതിൽ 2 or 3 നേതാക്കൾ ഒരു പക്ഷേ NDAയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതാണ് നമ്മുടെ മുന്നിൽ ആസാം തെളിയിക്കുന്നത്. ആസാമിൽ നേരത്തെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതിലൊരു നേതാവിൻ്റെ പേര് ഭൂപേൻ കുമാർ ബോറ എന്നാണ്. അദ്ദേഹം അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ K സുധാകരൻ എങ്ങനെയായിരുന്നോ KPCC അധ്യക്ഷനായിരുന്നത്, അതുപോലെ ആസാമിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഭൂപേൻ കുമാർ ബോറ. ഇപ്പൊ എവിടെയാ? BJPയിലാ. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി വായിച്ച മറ്റൊരു MP, 2 വട്ടം MP ആയ, 3 പതിറ്റാണ്ടിലേറെ കോൺഗ്രസിന്റെ മുഖമായിരുന്ന തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ തുടർച്ചയായിട്ടുള്ള മന്ത്രിസഭകളിൽ പ്രതിനിധീകരിച്ച പ്രദ്യുത് ബോർദോലെ എന്ന് പറയുന്ന നിലവിലത്തെ കോൺഗ്രസ് MP ദാ പോയി ചെന്ന് BJP ചേർന്നിരിക്കുന്നു. ഇന്നലെ വരെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയ മനുഷ്യൻ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി സ്വീകരിച്ച പാർട്ടിയിലേക്ക് പോയി ചേർന്നിരിക്കുക, ഒരു ഉളുപ്പുമില്ലാതെ. ഇതാണ് ഹിമന്ത ബിശ്വ ശർമ്മ പോയതിന് പിന്നിൽ ഒരു കേസെങ്കിലും ഉണ്ടെന്ന് പറയാം. ഇത് കേസല്ല പ്രശ്നം. മാനിഫെസ്റ്റോ കമ്മിറ്റി മാത്രമല്ല, ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ കുറ്റപത്രം വായിച്ച് 1 മാസം മുമ്പ് കുറ്റപത്രം വായിച്ചാൽ ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയിൽ നിന്ന് മാല വാങ്ങിയിടുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്ത കാലത്താണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് നേതൃത്വം ഭയക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കരുതുന്നത് പോലെ ഈ K സുധാകരന് സീറ്റ് കൊടുക്കാതിരുന്നാൽ അത്ര ചെറിയ പ്രശ്നമല്ല. K സുധാകരന്റെ ഇഫക്റ്റ് 3 മണ്ഡലങ്ങളിൽ ഉണ്ടാവും മിനിമം. ഒന്ന് പേരാവൂർ ഉണ്ടാവും, ഒന്ന് കണ്ണൂർ ഉണ്ടാവും, ഒന്ന് അഴീക്കോട് ഉണ്ടാവും. ഈ 3 മണ്ഡലങ്ങളിലും K സുധാകരന്റെ ഇഫക്റ്റ് ഉണ്ടാവും. മറ്റിടങ്ങളിലൊക്കെ ഒരുപക്ഷെ അതിൻ്റെ സ്വഭാവം ഒരുപക്ഷെ ചെറുതായിരിക്കാം. പക്ഷെ അതിനേക്കാളേറെ നേതൃത്വം വഹിക്കുന്ന ഒരു കാര്യമുണ്ട്. K സുധാകരൻ സ്വതന്ത്രമായി മത്സരിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇവിടുന്നൊക്കെ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കേരള ഹൗസിൽ നിന്ന് വാങ്ങി, ഒപ്പം തന്നെ പാർലമെന്റിൽ നിന്ന് വാങ്ങി. അതൊരു പ്രൊസീജിയറാണെന്ന് പറയാം. പക്ഷേ നോക്കൂ, അത് വാർത്തയായി വന്നു. അത് വാർത്തയായി വരുമ്പോൾ അതിൽ സമ്മർദ്ദമാണ്. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ NDA പിന്തുണച്ചാൽ എന്ത് ചെയ്യും? K സുധാകരൻ വേണ്ടെന്ന് പറയൂ. ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ മടിക്കാത്ത K സുധാകരൻ, എനിക്ക് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJPയിൽ പോകുമെന്ന് പറയാൻ മടിക്കാതിരിക്കുന്ന K സുധാകരൻ സ്വതന്ത്രനായി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ NDA പിന്തുണ പ്രഖ്യാപിച്ചാൽ വേണ്ടെന്ന് പറയുമെന്നുള്ളത് കോൺഗ്രസിന് ഉറപ്പില്ല. ഇതാണ് പ്രശ്നം. അങ്ങനെ വന്നാൽ ആരായി മാറി? ആസാമിലെ ഭൂപേൻ കുമാർ ബോറയായിട്ട് മാറും ഇവിടുത്തെ K സുധാകരൻ. അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാ? ഇവിടുത്തെ മൈനോറിറ്റിക്കിടയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എത്രയായിരിക്കും? KPCC അധ്യക്ഷനാണ് BJPയുടെ പിന്തുണ സ്വീകരിച്ചിരിക്കുന്നത്. അതൊഴിവാക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ തിരക്കിട്ട ശ്രമം നടക്കുന്നത്. മുൻ KPCC അധ്യക്ഷൻ BJPയുടെ പിന്തുണ സ്വീകരിച്ച് മത്സരിക്കുന്ന ഒരു അവസ്ഥ കണ്ണൂരിൽ ഉണ്ടാവാതിരിക്കാനാണ് നേതാക്കൾ ഈ പണിയെടുക്കുന്നത്. അത് കേവലം പേരാവൂരിലോ ഈ പറയുന്ന അഴീക്കോട്ടിലോ വോട്ട് കുറയുമെന്നുള്ളത് മാത്രം കൊണ്ടല്ല. കാര്യം ആ ഉറപ്പേ ഉള്ളൂ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും. ഇന്ന് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ, സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ BJPയിലേക്ക് പോകാൻ തരം പാത്തിരിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് എവിടെയാണ് മത്സരിച്ച് വിജയിച്ചത്? 684 വോട്ടോ മറ്റോ ആണ് ഭൂരിപക്ഷം. ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്ത് ജോയ് വന്നു. പക്ഷേ അവിടെ അടൂർ പ്രകാശ് ഭരിച്ച 5 വർഷക്കാലം ഏകദേശം 6-7% വളർച്ച BJP ഉണ്ടാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിർണായകമാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിൽ രാജിവെച്ച് ഇവിടെ മത്സരിക്കാൻ വന്ന് വിജയിച്ചാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJPക്ക് കിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ വന്നാൽ രണ്ടാമത് ആറ്റിങ്ങൽ മണ്ഡലം BJPക്ക് കൊടുത്തൊരു നേതാവായിട്ട് മാറും അടൂർ പ്രകാശ്. ഇതറിയാതെയല്ല അടൂർ പ്രകാശ് മത്സരിക്കാൻ പോകുന്നത്. അടൂർ പ്രകാശിന് എന്താ കിട്ടാത്തത്? അടൂർ പ്രകാശ് 96 മുതൽ കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയല്ലേ? 5 തവണ ചുരുങ്ങിയ പക്ഷം കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചില്ലേ? എത്ര തവണ മന്ത്രിയായിരുന്നു? ഏതൊക്കെ വകുപ്പാണ് കൈകാര്യം ചെയ്തത്? ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തു, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തു, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തു. ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്തിട്ടും അടൂർ പ്രകാശിന് മതിയായില്ലെങ്കിൽ, K സുധാകരന് മതിയായില്ലെങ്കിൽ, 12 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും മതിയായില്ലെങ്കിൽ എന്താണ് ഇതിന് പറയാൻ കഴിയുക? എന്ത് തീരുമാനമാണ് എടുക്കേണ്ടി വരിക? ഇതിനേക്കാൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 3ാമത്തെ പ്രധാനപ്പെട്ട ഘടകം ഈ ഗാലക്സികളുടെ പ്രശ്നം. എറണാകുളം മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാൽ ആര് വരുമെന്നുള്ളതാണ് പ്രശ്നം. A ഗ്രൂപ്പിൽ നിന്നുള്ള ആൾ വരുമോ? ദീപക് ജോയിയെ തൃപ്പൂണിത്തറയിൽ നിർത്തണോ? ആരുടെ? ബാബുവിൻ്റെ ആവശ്യം.
അതല്ല KC വേണുഗോപാൽ പക്ഷം നിർത്തണമോ? നമ്മുടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. ഒരാഴ്ച പോലും ആയുസില്ലാത്ത ഗ്രൂപ്പ് ലോയൽറ്റിയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. ഇന്നലെ വരെ രമേശ് ചെന്നിത്തലയോടുകൂടെ നടന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KCയുടെ പക്ഷമാവുന്നു. ഇന്നലെ വരെ ഉമ്മൻചാണ്ടിയുടെ പക്ഷത്തുണ്ടായിരുന്നയാൾ ഇന്നൊരു സുപ്രഭാതത്തിൽ KC വേണുഗോപാലിന്റെ പക്ഷമാകുന്നു. ഇതാണ് കാണുന്ന കാഴ്ച. ഈ ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സീറ്റ് ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ വൈപ്പിനിൽ, കൊച്ചിയിൽ, അതേപോലെ തൃപ്പൂണിത്തറയിൽ, പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റാതെ പോകുന്നത്? എൽദോസ് കുന്തപ്പള്ളിയെ മാറ്റണമെന്നുള്ളത് ചില നേതാക്കൾ പറയുന്നു. മാറ്റിയാൽ ആര് വരും? മനോജ് മൂത്തേടത്തെ കൊണ്ടുവരണമെന്ന് ബെന്നി ബെഹനാൻ പറയുന്നു. അതല്ല, മറ്റൊരു നേതാവിനെ കൊണ്ടുവരണമെന്ന് എ ഗ്രൂപ്പ് പറയുന്നു. ഇനി എൽദോസ് കുന്തപ്പള്ളിയെ നിർത്താൻ പറ്റുമോ എന്നുള്ളത്, ഷിയാസിനെ നിർത്താൻ പറ്റുമോ എന്നുള്ളത് VD സതീശൻ പറയുന്നു. ഇതിന്റെ ഫലമായിട്ട് ഒടുവിൽ ആര് ഔട്ടാവുന്നു? ദീപ്തി മേരി വർഗീസ് ഔട്ടാവുന്നു. കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചടി നേരിട്ടു. ഇപ്പോൾ ഇതാ വീണ്ടും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന സമയത്ത് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോസ്റ്റർ വരെ അടിച്ചു വെച്ചിരിക്കുകയാണ് ദീപ്തി മേരി വർഗീസ് പുറത്താവുന്നു. DCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് കൊച്ചിയിൽ DCC പ്രസിഡന്റ് ഷിയാസ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ലിജുവിനെ മത്സരിപ്പിക്കാൻ കായംകുളത്തേക്ക് ഓടിക്കുക. കായംകുളത്തേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരെയായിരുന്നു? അനിതാ ബാബുവിനെ. അനിതാ ബാബു എന്ന നേതാവിന് കിട്ടേണ്ടിയിരുന്നതാണ്. കഴിഞ്ഞ തവണ 5000 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് പ്രതിഭ ജയിക്കുന്നത്. അവിടെയും നഷ്ടപ്പെടുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും അടങ്ങിയ ഒരു വ്യവസ്ഥയായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് വലിയ രീതിയിൽ ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് നോക്കൂ, ഇറക്കുമതി സ്ഥാനാർത്ഥികളെ വേണ്ട എന്നുള്ളതാണ് പലയിടത്തും വരുന്ന പോസ്റ്ററുകൾ. എത്രമാത്രം അപഹാസ്യകരമായ കാര്യമാണ്. അലോഷ്യ സേവർ എന്താ ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ്? അലോഷ്യ സേവർ KSUവിന്റെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം, നിങ്ങൾക്ക് വിയോജിപ്പുകളൊക്കെ ഉണ്ടാവാം, പക്ഷെ അദ്ദേഹത്തെ ഒരു മണ്ഡലത്തിലേക്ക് തീരുമാനിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന നടക്കുമ്പോൾ പോസ്റ്റർ വരിക പൂഞ്ഞാറിൽ, ഇടുക്കിയിൽ വരികയാണ്. അവിടെ എന്താ പ്രശ്നം? അവിടെ DCC പ്രസിഡന്റ് റോയ് പൗലോസിനെ മത്സരിക്കണം. അവിടെ മറ്റൊരാൾ കൂടിയുണ്ട്. അലോഷ്യ സേവർ വന്നാൽ മത്സരിക്കാൻ പറ്റൂല. ഉടനെ അവിടെ ഇറക്കുമതി സ്ഥാനാർത്ഥി അലോഷ്യ സേവർ ഈ പഞ്ചായത്തിൽ വേണ്ട, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസി വേണ്ട. എന്താ പൂഞ്ഞാറിൽ മത്സരിക്കാമെന്ന വാർത്ത വരുമ്പോൾ പൂഞ്ഞാറിൽ ഫ്ലെക്സ് വരുന്നു, അലോഷ്യ സേവർ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. അഭിനെതിരെ ആറന്മുള വന്നിരുന്നു. നോക്കൂ, ചിറയൻകീഴ് രമ്യക്കെതിരെ വരികയും അവിടെ വലിയ രീതിയിലുള്ള പോസ്റ്റ് ഒട്ടിക്കലും കത്തിക്കലും, പ്രസിഡന്റിന്റെ കോലം കത്തിക്കലടക്കം നടന്നു. മറ്റൊരു മണ്ഡലമാണ് തൃക്കരിപ്പൂര്. ഈ 1960 ശേഷം ഇന്നേ വരെ കോൺഗ്രസ് ജയിക്കാത്തൊരു മണ്ഡലം, ആ മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ CPM വിജയിക്കുന്ന CPMന്റെ ഉരുക്കുകോട്ടയിൽ സന്ദീപ് വാര്യരെ കൊണ്ട് നിർത്താൻ പോവുക. സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വരണ്ട. അവിടെയും പറയുന്നു ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട. ലാസ്റ്റ് പോയിന്റ്, പേയ്മെന്റ് സീറ്റ്. കുട്ടനാട്ടിന്റെ കാര്യത്തിൽ റെജി ചെറിയാനെതിരെയുള്ള വലിയ ആരോപണം ശക്തമായിട്ട് നിൽക്കുക. അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സജി ജോസഫ് പറയുന്നുണ്ട്, ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ പാർട്ടിയുടെ കൊടി മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ഈ 33 ലക്ഷം വരുന്ന പ്രവർത്തകരിൽ ഒരാളാണ് സജി ജോസഫ്. സജി ജോസഫിന് അവിടെ വലിയ സ്വാധീനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടത്തു അടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് സജി ജോസഫ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിമിഷവും പാർട്ടിക്കെതിരെ പ്രവർത്തിക്കാത്തൊരു നേതാവാണ് സജി ജോസഫ്. ഇന്ന് സജി ജോസഫ് കുട്ടനാട് മണ്ഡലത്തിൽ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. കാര്യം എന്താ? കുട്ടനാട് വിജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ എന്ത് കമ്മിറ്റ്മെന്റ് കോൺഗ്രസിലെ റെജി ചെറിയാൻ എന്ന കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥിയോടുള്ളത്? എന്ത് കമ്മിറ്റ്മെന്റാണ് ഉള്ളത്? റെജി ചെറിയാന് എന്ത് ബന്ധമാണ് അവിടെ ഉള്ളത്? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇതൊക്കെ അവിടെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നത്, കൈവിട്ട കളി എന്ന് മാത്രമല്ല, ഇത് അപകടകരമായ ഒരു കളിയാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഒരു കോൺഗ്രസിന്റെ, ഒരു സാധാരണക്കാരന്റെ, പ്രവർത്തകന്റെ വികാരം മനസ്സിലാക്കി തന്നെ പറയുന്നു. നേതാക്കൾ ഈ കളി നിർത്തിയില്ലെങ്കിൽ അണികൾ ഒടുവിൽ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കൈവിട്ട കളിയാണ്. അവർ വല്ലാത്ത നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇനിയും അവരെ കൂടുതൽ നിരാശപ്പെടുത്തരുതെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട നേതാക്കളോട് പറയാനുള്ളൂ. ആന്റോ കാസ്ട്രോ, ഞാൻ ഈ കെ സുധാകരൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം കെ സുധാകരൻ്റെ കാര്യത്തിൻ്റെ അകത്ത് കണ്ണൂരിൽ കെ സുധാകരനെ ഈ മണ്ഡലത്തിലേക്ക് പറ്റില്ല, ആ മണ്ഡലത്തിലേക്ക് ഒക്കെയാണ് നിർത്തിക്കോളൂ എന്ന് പറയാൻ പറ്റിയൊരു നേതാവാണെന്ന് ഞാൻ കാണുന്നതേയില്ല. എന്തായാലും കാരണം ധർമ്മടം, കല്യാശ്ശേരി, അഴീക്കോട്, കണ്ണൂർ, തളിപ്പറമ്പ്, വടകര പോലെയുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു നേതാവും ഇല്ലാന്നേ. അവിടെ ഈ കോൺഗ്രസിന് സുധാകരൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജനങ്ങൾ ഡെയിലി വിളിച്ച് ഫോണിൽ സംസാരിക്കുന്ന ആളാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 1 വർഷം മുന്നെയാണല്ലോ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിട്ട് കെ സുധാകരനെ വെച്ചത്. കെ സുധാകരൻ എന്താണെന്ന് പറഞ്ഞത്? ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനില്ല എന്നല്ലേ പറഞ്ഞത്? എന്തിനാണ് ഈ നിർബന്ധിച്ച് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയച്ചത്? ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന KC വേണുഗോപാലും കേരളത്തിലെ നേതാക്കന്മാരെല്ലാം മാറി മാറി പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് അയച്ചത്. എന്താ കാരണം? ആ മണ്ഡലം പിടിച്ചെടുക്കണമായിരുന്നു. കണ്ണൂർ എന്ന് പറഞ്ഞ മണ്ഡലം പിടിച്ചെടുക്കണം. കണ്ണൂരിൽ ഈ 74 വയസ്സുള്ള സുധാകരൻ വിചാരിച്ചാലേ നടക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് കെ സുധാകരൻ അല്ലാതെ കണ്ണൂരിലൊരു MP സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിട്ട് ജയിക്കത്തില്ല എന്ന്. അത് കോൺഗ്രസ്സുകാർക്കറിയാം. എന്നിട്ടാണ് അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സ്വാധീനമില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഏതെങ്കിലും സാധ്യതയിൽ ഈ പറഞ്ഞ ഇരിക്കൂരും പേരാവൂരും ഉണ്ടല്ലോ, ഈ 2 മണ്ഡലം, ഇരിക്കൂർ പിന്നെ വിട്ടു കൊടുക്കും, അവിടെ എതിർ സ്ഥാനാർത്ഥി ഇല്ല എന്നെങ്കിലും വെക്കാം. പക്ഷേ പേരാവൂരുണ്ടല്ലോ, പേരാവൂർ സുധാകരൻ്റെ കാര്യത്തിൽ വെള്ളം കുടിക്കും. കണ്ണൂർ ആകെ ഇപ്പോൾ 2 സീറ്റേ ഉള്ളൂ, ഇരിക്കൂരും പേരാവൂരും.
മനസ്സിലായില്ലേ? ഇതിൽ ഒരെണ്ണം അങ്ങ് പോകും. അതുകൊണ്ട് KPCC പ്രസിഡന്റ് തോക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ കെ സുധാകരനെ കണ്ണൂരിൽ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാനൊന്നും കോൺഗ്രസിനെ കൊണ്ട് പറ്റത്തില്ല. എല്ലാവരും പറയുമല്ലോ കോൺഗ്രസ് സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ച് എന്താ സംഭവിക്കുക എന്നുള്ളത്. സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ കാണാം കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ സുധാകരൻ്റെ പുറകെ പോകുന്ന കാണാം. അവിടെ നിങ്ങൾ റിജുൻ മാക്കൂരിനെ കണ്ടില്ലേ? അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ടില്ലേ? അവിടുത്തെ പ്രധാനപ്പെട്ട DCC പ്രസിഡന്റ് കണ്ടില്ലേ? എല്ലാവരും സുധാകരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായി? അവിടെ അടിയുണ്ടായ സമയത്തും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടായ സമയത്തും നേതാക്കന്മാരെല്ലാം ഒത്തുകൂടുന്ന കെ സുധാകരൻ്റെ വീട്ടിലാണ്. അപ്പം നമ്മൾ വെറുതെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സുധാകരൻ ഒരു പ്രശ്നമില്ല, സുധാകരനെ അങ്ങ് ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ മലബാറിലെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒറ്റയടിക്ക് പ്രായമായി എന്ന് വെച്ചത് ഒരു വലിയ അപരാധമായിട്ട് ഞാൻ ഈ CPM കാര്യത്തിൽ അത് തന്നെ പറയുന്നത്. പ്രായമായത് എന്തോ അപരാധമാണെന്ന് കാണുന്ന രാജ്യത്ത് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. കാരണം അവർ ജനിച്ച് വളർന്നത് മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. 75 വയസ്സായെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മൂലയ്ക്ക് പോയിരിക്കണം എന്ന് പറയുന്നത് എന്ത് കാര്യമാണത്? ഒരു വീട്ടിൽ പോയിരിക്കണം എന്നുണ്ടോ? കാരണം അദ്ദേഹത്തിന് ബുദ്ധിയും ബോധമുള്ള സ്ഥലത്താണ്. ഇവിടെ 80ാമത്തെ വയസ്സിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നതെന്ന്. ഒന്നുകൂടി ഒന്ന് പറയാമോ? അദ്ദേഹത്തിന് ബുദ്ധിയും ബോധവുമുള്ള കാലത്തോളം അദ്ദേഹം പ്രവർത്തിച്ചു. അതെ, അത് കഴിഞ്ഞാലോ? അദ്ദേഹം ഞാൻ പറഞ്ഞ 74ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ 12 മാസം മുന്നേ അരുൺ സാറെ അദ്ദേഹത്തെ MP ആയിട്ട് നിർബന്ധിച്ച് നിർത്തിയതാണ്. MP ആയിട്ട് ഈ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആളെയാണോ ഈ MP ആയിട്ട് പാർലമെന്റിലേക്ക് അയച്ചത്? BJPക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റക്കാരനെ ഉണ്ടാവുള്ളൂ. വിജയം സുനിശ്ചിതമായ ഒരു നേതാവിനെ കണ്ണൂരിന് വേണം എന്ന് മാത്രമേ അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ മത്സരിക്കാനില്ല. അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. എന്താ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു തരട്ടെ. കണ്ണൂരിലെ അണികൾക്ക് ഈ സണ്ണി ജോസഫ് മന്ത്രിയായി വിചാരിച്ചിട്ട് ഇത് കോൺഗ്രസ് അണികൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് അവിടുത്തെ നേതാക്കന്മാർക്ക് അറിയാം. ഈ ഭരണത്തിൽ കിട്ടി സണ്ണി ജോസഫ് മന്ത്രിയായി എന്ന് വിചാരിച്ചിട്ട് കണ്ണൂരിലെ കോൺഗ്രസ് അണികൾക്ക് വലിയ ഗുണമുണ്ടാവുന്നില്ല. അവിടുത്തെ അണികൾക്ക് പറയാം കെ സുധാകരൻ മന്ത്രിയായാലും എന്തെങ്കിലും കിട്ടുള്ളൂ, എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അവരുടെ കൂടെ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവ് കണ്ണൂരിൽ നിന്ന് വേണമെന്ന് കണ്ണൂരുകാരെ കൂടെ ആവശ്യമാണെന്ന്. ഞാൻ പറയും, എന്നോട് ഇന്നൊരു നേതാവ് പറയുന്നു 6 മാസം മുന്നേ ഈ സുധാകരനോട് പറഞ്ഞു, സുധാകരേട്ടാ ഞാൻ കണ്ണൂർ മത്സരിച്ചോട്ടെ എന്നൊരു നേതാവ് വിളിച്ചു ചോദിച്ചു. കണ്ണൂർ മത്സരിച്ച് 6 മാസം മുന്നെയാണ് ഈ MP ആയിട്ട് ഒരു 3 മാസം കഴിഞ്ഞ സമയം 3-4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം സുധാകരൻ പറഞ്ഞു കണ്ണൂരേക്ക് വരണ്ട, കണ്ണൂർ ഞാൻ എന്തായാലും മത്സരിക്കും. 6 മാസം മുന്നേ സുധാകരൻ പറഞ്ഞ കാര്യമാണ്. ആ നേതാവ് പറയും എതിരാ നേതാവ് ഇന്ന് വേറൊരു സ്ഥലത്ത് മത്സരിക്കുന്നുണ്ട്, ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അപ്പോൾ അത് ഞാൻ കണ്ണൂർ മത്സരിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ 6 മാസം മുന്നേ പറയുകയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ടെന്നേ ഞാൻ നിയമസഭയിൽ ഇനി മത്സരിക്കുന്നുള്ളത്. എല്ലാവരും നിർബന്ധിച്ച് പാർലമെന്റിലേക്ക് അയച്ചതാണ്. അന്നേരം പറഞ്ഞൊരു കാര്യം എന്താണ്? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു നമുക്ക് MLA സ്ഥാനത്തേക്ക് പരിഗണിക്കാം, പാർലമെന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു അത് നിയമസഭ ഇലക്ഷൻ വരുന്ന സമയത്ത് അന്നേരം പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് സുധാകരൻ. അല്ലാതെ ഞാൻ വിചാരിക്കുന്നില്ല സുധാകരൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ വലിയ ശക്തമായ നിലപാട് സ്വീകരിച്ച് മാറിയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. യെസ്, നിങ്ങൾ വയനാട്ടിലെ ദരിദ്രരായ കുടുംബങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് കൊടുക്കാത്ത പോലെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തത് സുധാകരനെയും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും അതിനെ സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞു അത് അടൂർ പ്രകാശിനോട് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, MK രാഘവനോടൊന്നും ചെയ്തിട്ടില്ല. ആകെ സുധാകരനെ മാത്രമാണ് ഈ പറഞ്ഞു പറ്റിച്ചത്. കാരണം അദ്ദേഹം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർബന്ധിച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞ് പാർലമെന്റ് നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് അത് പരിഗണിക്കാം എന്ന് പറഞ്ഞെന്നുള്ളതാണ്. ഈ അരുൺ സാർ നേരത്തെ ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എന്താ ഗ്രൂപ്പിൻ്റെ കാര്യം? ടീം UDF എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയല്ല, ടീം UDF. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടീം VD, ടീം KC, ടീം RC, ടീം KS, ടീം AP, ഇതൊക്കെയാണ് ഇപ്പോൾ ടീം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടിയ ടീമാണ്. എന്താ ഒരു VD സതീശിൻ്റെ ഒരു ടീം, RCൻ്റെ ഒരു ടീം, K സുധാകരൻ്റെ ഒരു രമേശ് ചെന്നിത്തലിൻ്റെ ഒരു ടീം, KC വേണുഗോപാലിൻ്റെ ടീം, ഇങ്ങനെ എല്ലാം ടീമാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ടീം UDF എന്നിട്ട് പറഞ്ഞാൽ ശരിയാവുമോ? അങ്ങനെ ശരിയാവത്തില്ലല്ലോ. അപ്പം ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ വീതം വെച്ച് വരുന്ന സമയത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ലിജുവിൻ്റെ കാര്യത്തിനകത്ത് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഈ ദീപ്തി മേരി വർഗീസിൻ്റെ കാര്യത്തിനകത്ത് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുന്നത്? ഇനിയിപ്പോൾ ഞാൻ പറയാം, കേരളത്തിലെ മുഴുവൻ സിറ്റിംഗ് MLA-മാരെയും നിർത്തി, എല്ലാ സിറ്റിംഗ് MLA-മാരെയും നിർത്തിയല്ലോ. എന്താ ഇപ്പം പെരുമ്പാവൂർ നിർത്താൻ പറ്റാത്തത്? ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാ IC ബാലകൃഷ്ണൻ നിർത്തിയത്? എന്തിനാ വിൻസെൻ്റ് നിർത്തിയത്? അദ്ദേഹം ഡൽഹി പോയിരുന്നത് കരയാണ്. കാരണം ഞാൻ പറയുന്നത് രാവിലത്തെ കരച്ചിൽ കേട്ടപ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു MLA ആയിരുന്നേ. അല്ലെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് കേരളത്തിലെ MLA-മാരെ പെർഫോമൻസ് ഓഡിറ്റ് നടത്തി തെറ്റ് ചെയ്തവരെല്ലാം മാറ്റി നിർത്തി അങ്ങ് പക്കയായിട്ട് നടപ്പിലാക്കണമെങ്കിൽ അതിനെ കൈകാര്യം ഒറ്റ കാര്യമുള്ളൂ. എറണാകുളത്ത് വീതം വെച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഒരാൾ പുറത്തു പോകണം. ആ ഒരാളെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വെട്ടിക്കളയുന്നുള്ളതിന് അപ്പുറം ഒന്നുമില്ല. സിമ്പിൾ ലോജിക്കാണ്. അല്ലാതെ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ വയനാട്ടിൽ വലിയ IC ബാലകൃഷ്ണനെ മാറ്റി അവിടെ ഒരു മത്സരം നടക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കൊടുത്തു. ഇപ്പം MC വിൻസെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് അവിടെ ഒരാളെ MC വിൻസെൻറ്റിനെ മാറ്റിയിട്ട് വേറെ ഒരാളെ കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല. അതുകൊണ്ട് അതിന് കൊടുത്തു. എറണാകുളത്ത് അങ്ങനെ പറ്റുന്നില്ല. എറണാകുളത്ത് 2 സീറ്റാണ് പ്രശ്നം. ഒന്ന് ദീപ്തി മേരി വർഗീസും ഒന്ന് ഷിയാസും. ഇവർക്ക് 2 പേർക്ക് സീറ്റ് വേണം. ആ 2 പേർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെട്ടലാണ്. വെട്ടിയിട്ടും തീരുമാനിക്കാൻ പറ്റുന്നില്ല. വെട്ടീഷും സിയാസിനെ ഈ പറഞ്ഞ എൽദോസ് കുന്നപ്പള്ളിനെ വെട്ട സമയത്ത് വേറൊരാൾ പേര് ഉയർന്നു വരികയാണ്. ഇവർ ഈ ഷിയാസിലും ദീപ്തിയിലും നിൽക്കുന്നില്ല. അപ്പോൾ അവിടെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഞാൻ പറയും. എന്നിട്ടും പറഞ്ഞിട്ട് ഒരു ഇതുമില്ലാതെ മാധ്യമങ്ങൾക്ക് ആരാ വാർത്ത വരുന്നത്? കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആരാ വാർത്ത കൊടുക്കുന്നത്? കോൺഗ്രസിനുള്ളിൽ തന്നെയല്ലേ?
ആ AICC യോഗത്തിൽ നിന്ന് തന്നെയല്ലേ ഈ വാർത്തകൾ മുഴുവൻ ചോർത്തരുന്നത്. എന്നിട്ട് പറയാണ് നിങ്ങൾക്കൊരു പണിയില്ലേ എന്നുള്ള ചോദിക്കുകയാണ് മാധ്യമങ്ങളോട്. കാരണം ഇവർ ഉറക്കം ഒളിച്ച് നിൽക്കുന്നത് പോലെ ഈ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കുകയാണെന്നേ. അവരുടെ ജനപ്രതിനിധി ആരാണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് അറിയിക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കില്ലേ? എന്നിട്ട് ആ മാധ്യമങ്ങൾ ഈ ആവശ്യം ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന ശൈലിയിലേക്ക് മാറുകയാണ്. അതെന്ത് ചോദ്യമാണ്? ഇവർ തന്നെ ചോർത്തി കൊടുക്കുകയും ഇവർ തന്നെ വാർത്ത കൊടുക്കുകയും ഈ പറഞ്ഞ അരുൺ സാർ നേരത്തെ പറഞ്ഞ കെ സുധാകരനും ഈ പറഞ്ഞ അടൂർ പ്രകാശൊക്കെ പാർലമെൻറ്റിലേക്കും കേരള ഹൗസിലൊക്കെ നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത് എങ്ങനെയാണ് പുറത്ത് വന്നത്? ഇവരെഴുതി കൊടുത്ത സാധനമല്ലേ എങ്ങനെ പുറത്ത് വന്നത്? ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതല്ലേ? AICCയിൽ എനിക്ക് സീറ്റില്ല എന്ന് പല നേതാക്കന്മാർ മാധ്യമങ്ങളെ വിളിച്ച് പറയുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് TV മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മണിക്കൂർ വെച്ച് ഇതാരാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ്. എന്നിട്ട് ഇത് ഞങ്ങൾ വിസ്മയം കാത്തിരുന്നതുകൊണ്ടാണ് ഡിലേ ആയതൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് നമ്മൾ ഉണ്ടായിരിക്കണോ? ഏത് വിസ്മയം കാത്തിരുന്നതുകൊണ്ടാണ് പോലും 4 ദിവസം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇപ്പോഴും പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വൈകുന്നേരം ഈ സമയമായില്ല, 3 ദിവസം കഴിഞ്ഞു. ഈ തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസം ഉണ്ടല്ലോ, 4 ദിവസം അവസാന ദിവസമാണ്. അന്ന് പിന്നെ അതിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞ ഒരാളെ ആയിട്ടുള്ളൂ, രാജ്മോഹൻ ഉണ്ണിത്താൻ കറക്റ്റായിട്ട് പറഞ്ഞു. എന്തായാലും 21-ാം തീയതി 23-ാം തീയതി അല്ല അവസാന ദിവസം, 23-ാം തീയതിക്കുള്ളിൽ സ്ഥാനാർത്ഥി വരും. പുള്ളിക്ക് അത് ക്ലാരിറ്റി മനസ്സിലായോണ്ട് പുള്ളി അത് പറഞ്ഞു, 23-ാം തീയതിക്കുള്ളിൽ സ്ഥാനാർത്ഥി. അതിന് മുന്നേ അതിൽ ആരും ബഹളം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ കെ സുധാകരനെ ഒന്നും അങ്ങനെ ഒറ്റയടിക്ക് ഒഴിവാക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് കേട്ടോ. തെരഞ്ഞെടുപ്പ് സമിതി വീണ്ടും ചേരാൻ പോവാ. നേരത്തെ കൂടി ഇത് ശരിയായില്ല. അല്ലല്ല, ഇത് എന്താ സംഭവം എന്നറിയോ? ഇത് ഇന്നലെ രാത്രി 1 മണിക്ക് കെ സുധാകരന്റെ ഫ്ലാറ്റിൽ പോയി കണ്ട നേതാക്കന്മാർ എത്ര പേരാ? ഒരാളോ 2 ആളോ 3. ഇനി KC വേണുഗോപാൽ അടക്കം പോയി. ഇനി പോകാനുള്ളത് രാഹുൽ ഗാന്ധി മാത്രമാണ്. മനസ്സിലായോ? രാഹുൽ ഗാന്ധി മാത്രമാണ് ഇനി കെ സുധാകരൻ വീട്ടിൽ പോയി കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ല, ഈ പോകുന്നവരൊക്കെ പ്രശ്നം പരിഹരിക്കാൻ തന്നെ പോകുന്നതാണ് എന്ന് നിർബന്ധമാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രശ്നമാണെന്നേ ഇത്. ഇത് CPM-ന്റെ പ്രശ്നമാണോ? ഇത് കേരളത്തിലെ BJP-യുടെ പ്രശ്നമല്ലല്ലോ. ഇത് കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രശ്നമല്ലേ? എന്തുകൊണ്ട് 24 മണിക്കൂർ പറഞ്ഞിട്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ട് 84-ാമത്തെ മണിക്കൂറിലേക്ക് പോകുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? മറുപടി പറ. എന്ത് കാരണം കൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല? ആ മറുപടി പറഞ്ഞാൽ കേരളത്തിൽ പ്രശ്നം അവസാനിച്ചു. ഇത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ് അല്ലേ? കാരണം അവർക്ക് ഏത് സ്ഥാനാർത്ഥി, 3 കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിൽ നിന്നൊരു നല്ല സ്ഥാനാർത്ഥിയെ വേണം ജയിപ്പിച്ച് ഇതിലേക്ക് വിടാൻ വേണ്ടി. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ടീം UDF-ന്റെ കാര്യം പറയാം. ഇപ്പോൾ CPM ആണല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷമാണല്ലോ ഭരണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇനി ഇവർ വരുന്ന ഈ ടീം UDF കയറി വരുമ്പോൾ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ വരികയാണെങ്കിൽ എന്താ പ്രശ്നം? പ്രധാനപ്പെട്ട വകുപ്പ് ഒന്ന് ന്യൂനപക്ഷകാര്യ വകുപ്പ്, ഒന്ന് വ്യവസായം, ഒന്ന് PWD, ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്ത് കാര്യ വകുപ്പ്. ഈ വകുപ്പൊക്കെ ഇപ്പോൾ ആരാ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്? CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ഈ സമയം UDF വന്നാൽ ഭരിക്കാൻ പോകുന്ന ആരാ? 22 സീറ്റ് അല്ലെങ്കിൽ 25 സീറ്റ് മൊത്തം മത്സരിക്കുന്ന ലീഗ് എന്ന് പറയുന്ന പാർട്ടി 20 സീറ്റ് മാത്രം MLA ആയി വരുന്ന പാർട്ടിയാണ് ന്യൂനപക്ഷം ഭരിക്കാൻ പോകുന്നത്. പിന്നെ വ്യവസായം ഭരിക്കാൻ പോകുന്നത്, PWD ഭരിക്കാൻ പോകുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്ന പഞ്ചായത്ത് കാര്യം ഭരിക്കാൻ പോകുന്നത്, പിന്നെ വിദ്യാഭ്യാസം ഭരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ വകുപ്പാ അല്ലേ? ഇതാരാ ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ധനവകുപ്പ് കേരള കോൺഗ്രസ്. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് ആണ്. കഴിഞ്ഞ വീതം വെപ്പാണ്. ഞാനൊരു കാര്യം പറയാം സ്മൃതി മേഡം, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ മാറ്റം ഞാൻ സമ്മതിച്ചേനെ. എവിടെയെന്നറിയോ? കേരളത്തിൽ ലീഗിന് കൊടുത്ത 1 സീറ്റുകളും ഞങ്ങൾ തിരിച്ചെടുക്കുന്നില്ല. എല്ലാ ലീഗ് തന്നെ ഭരിച്ചോട്ടെ. അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായേ? കേരളത്തിലെ ഘടകകക്ഷികൾ കൊടുത്ത 1 സീറ്റ് ഞങ്ങൾ തിരിച്ചെടുത്തത് അവർക്ക് കൊടുത്തേക്കും. ഇതും സംഭവിക്കാൻ പോകുന്നറിയോ? കേരളത്തിൽ ഇതുവരെ ഭരിച്ച വകുപ്പുകൾ ഏതൊക്കെ മുന്നണിയാണോ അവർക്ക് തന്നെ കൊടുക്കാൻ പോകുന്നത്. ഒരു മാറ്റം കാര്യത്തിന് അതില്ലാന്ന്. നമ്മളിതൊക്കെ പറയുമ്പോൾ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ കോൺഗ്രസ് എന്താണെന്ന് കേരളത്തെ കൊച്ചുകുട്ടിക്ക് വരെ നല്ല ധാരണയുണ്ട്. നല്ല ധാരണയുണ്ട്. വകുപ്പുകൾ കൊടുക്കുന്നതിൽ അങ്ങ് ഞാൻ പറയുന്നറിയോ ഈ കളി കൊണ്ടാണ്. ഞാൻ പറയുന്നത് കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന വികാരമാണ്. അത് കോൺഗ്രസിന് പറ്റിയില്ലല്ലോ. ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നറിയോ? കേരളത്തിലെ ഒറ്റക്കെട്ടായ ഒരു മുന്നണി ഉണ്ടെങ്കിൽ അതിനൊരു നേതൃത്വം വേണം. ആ നേതൃത്വം ഒരു വകുപ്പ് തെറ്റ് ചെയ്താൽ ആ വകുപ്പിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. ഇതിലെന്താ സംഭവം എന്നറിയോ? ഇത് 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. 3 പേര് ഒരു AICC ജനറൽ സെക്രട്ടറിയും ഒരു CEC-യും കൂടെ കൂടി ഇരുന്നിട്ട് 140 MLA-മാരെ നിശ്ചയിക്കാൻ കഴിയുന്നില്ലാന്ന്. ഈ 140 MLA-മാരെ നിശ്ചയിക്കാൻ പറ്റുന്നിടത്തേക്കാണ് 95 പേരെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് അവിടേക്കാണ് ഒരു പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇനി ഈ വകുപ്പുകളൊക്കെ പ്രശ്നമുണ്ട്. ആര് നിയന്ത്രിക്കും? ഈ മുഖ്യമന്ത്രി നിയന്ത്രിച്ചാൽ നിൽക്കുമോ? പണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു അധികായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുന്നേ ഒരാളുണ്ടായിരുന്നു. ഈ പറഞ്ഞ കെ കരുണാകരൻ എന്ന് പറഞ്ഞ നേതാവുണ്ടായിരുന്നു. AK ആന്റണി എന്ന് പറയുന്ന നേതാവുണ്ടായിരുന്നു. പുള്ളിക്ക് ദീർഘവീക്ഷണമുണ്ട്. കെ കരുണാകരൻ ദീർഘവീക്ഷണം അല്ലെങ്കിൽ അദ്ദേഹം വരച്ച വരയിൽ നിർത്തുന്ന ശൈലി ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇതങ്ങനെ പറ്റുന്നില്ല.
ഇത് വി ഡി സതീശനെ ചെയ്യാൻ പറ്റുന്നില്ല, ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല കേസ് ചെയ്യാൻ പറ്റില്ല, KC വേണുഗോപാലിനെ ചെയ്യാൻ പറ്റില്ല. സണ്ണി ജോസഫാണ് ആരാ കേരളത്തിലെ KPCC പ്രസിഡന്റ്? കോൺഗ്രസിൻ്റെ നേതാവ് ആരാണ്? യഥാർത്ഥ നേതാവ് ആരാ? സണ്ണി ജോസഫ് അല്ലേ? കമാന്ന് ഒരക്ഷരം KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആൾക്ക് മിണ്ടാൻ കഴിയുന്നുണ്ടോ? മിണ്ടാൻ കഴിയുന്നില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ സാധാരണക്കാർക്ക് വരെ ഇത് കാര്യം അറിയാം എന്താണ് കേരളത്തിൽ കോൺഗ്രസ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ജനങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഇപ്പോഴും ജനങ്ങൾ ഇവരെന്തെങ്കിലും തീരുമാനമായിട്ട് വരട്ടെ, അന്നേരം ആലോചിക്കാമെന്ന് വിചാരിക്കാനുള്ള കാരണം. അപ്പം നമ്മൾ പറയുന്നത് പോലെ ഇനിയിപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇന്നെങ്കിലും രാത്രി പ്രഖ്യാപിച്ചിട്ട് ഇവർക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇരിക്കണോ പോണോ? നമ്മൾ 9 മണിക്ക് പ്രഖ്യാപിച്ച് നമ്മളത് ചർച്ച ചെയ്യാമെന്ന് കരുതിയാണ് ഇരുന്നത്. ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. വേറെ കാര്യം പറയാം സാറേ, വി ഡി സതീശൻ പോകുന്ന അവിടുന്ന് വി ഡി സതീശൻ പോകുന്നു. ഇല്ല നാളെ രാവിലെ സണ്ണി ജോസഫും വരാനാണ് ഇരുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. നാളെ രാവിലെ ഉള്ള ഫ്ലൈറ്റിലാണ് വി ഡി സതീശനും സണ്ണി ജോസഫും വരിക. വി ഡി സതീശനും സണ്ണി ജോസഫ് സ്വന്തം മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ലെന്ന് ആലോചിക്കണം. വി ഡി സതീശൻ ഇക്കുറി ഈസി ആണെന്നൊക്കെ പറയുമ്പോഴും അവിടെ മത്സരിക്കാൻ വന്നേക്കുന്നത് ടൈസൺ മാസ്റ്ററാ. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വാക്ക് ഓവർ അല്ല പറവൂർ എന്നുള്ളത്. മത്സരം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സണ്ണി ജോസഫിനാണെങ്കിൽ ശൈലജ ടീച്ചറിന്റെ ആദ്യത്തെ റോഡ് ഷോ കഴിഞ്ഞു. നെഞ്ചിടിപ്പോട് കൂടി നിൽക്കുക സണ്ണി ജോസഫ്. നാളെ മണ്ഡലത്തിൽ ഇറങ്ങും. അവിടെയല്ല പ്രശ്നം സ്മൃതി. ഇനി സുധാകരൻ ഏത് ഫ്ലൈറ്റിൽ വരും? നാളെ രാവിലത്തെ ഫ്ലൈറ്റിലും വരത്തില്ല. പിന്നെ ഒരു ഫ്ലൈറ്റ് ഉള്ളത് എപ്പോഴാണ്? വൈകിട്ടാണ് ഫ്ലൈറ്റ്. വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടെങ്കിൽ അല്ല ഇനി കണ്ണൂർ കൊടുത്തു എന്നിരിക്കട്ടെ. കണ്ണൂർ കൊടുത്താൽ ഇന്ന് രാത്രി വരുന്ന പട്ടികയിൽ കണ്ണൂരില്ലെങ്കിൽ സുധാകരൻ എപ്പോൾ കണ്ണൂരിൽ ലാൻഡ് ചെയ്യും? നാളെ രാത്രിയിലല്ലേ കണ്ണൂരിൽ ലാൻഡ് ചെയ്യൂ? മറ്റേതാ പെരുന്നാളല്ലേ? അത് കഴിഞ്ഞ 2 ദിവസം അവധി ഉണ്ടല്ലോ. 23-ാം തീയതിയല്ലേ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ടത്? അവസാന നിമിഷം എന്താ സംഭവിക്കാൻ പോവാ? ഇവര് പ്രഖ്യാപിക്കാതെ BJPക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. കേരളത്തിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം ചെറുതായിട്ട് കാണാൻ പറ്റില്ല. സെൻട്രൽ മാറ്റിയിട്ട് തിരുവനന്തപുരം സെൻട്രലൊക്കെ മാറ്റിയിട്ട് BJPക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റുന്നില്ല. അവിടെ അരുവിക്കരയിൽ നമ്മുടെ ശിവകുമാറിന് കൊടുത്തതുകൊണ്ട് തൽക്കാലം ആ പ്രശ്നം ഒഴിവായി. പക്ഷേ അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ഇപ്പൊ BJP നേരിടുന്ന പ്രശ്നം അതാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരാത്തത് കൊണ്ട് BJPക്കും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും നമ്മൾ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എത്ര സമയം എടുക്കും? ഇപ്പം നോബൽ മാരിക്കാരൻ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയിലാണ് രണ്ടാമത്തെ പട്ടിക വരാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താ 24 മണിക്കൂറിനുള്ളിൽ പട്ടിക വരുന്നത്. 72 മണിക്കൂറും കഴിഞ്ഞ് 80ാമത്തെ മണിക്കൂറാവുക. അപ്പം അത് നമുക്ക് ചർച്ച അവസാനിപ്പിച്ചാലോ? കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കൈവിട്ട കളിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. 5 പേർക്കും ഏകാഭിപ്രായമാണ്. കൈവിട്ട കളിയാണ് കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. Meet the editor.